ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഹരി ഓം ഹരി ഓം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, മൂന്നാം ഓണം അവിട്ടം ആശംസകൾ. ഹരി ഓം. എല്ലാവർക്കും സ്വാഗതം സ്വാഗതം. ഹരി ഓം. നാരായണ. നമോ നാരായണ. ഹരി ഓം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, ഓണം ആശംസകൾ. അതിലിന്ന് മൂന്നാം ഓണം അവിട്ടം ദിന ആശംസകൾ വിശേഷാൽ. ഓണാഘോഷങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ. പ്രധാന ദിവസങ്ങൾ കടന്നു. ഇനി അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നതായിട്ടുള്ള പല ആഘോഷങ്ങൾ. അത് ഉത്രട്ടാതി വള്ളംകളിയും അതിനു മുമ്പ് തന്നെ ദിവസേന എന്ന പോലെ ആറന്മുളയിലും മറ്റും വള്ളംകളിയും വള്ളസദ്യകളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്രയോ ദിവസങ്ങളായി അവിടെ ഈ ഉത്രട്ടാതി വള്ളംകളിക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും മറ്റ് വള്ളംകളികളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തൃശ്ശൂരിൽ പുലികളിയാണ് ഓണം കഴിഞ്ഞാലുള്ള അതിനോടനുബന്ധിച്ച ഏറ്റവും വലിയൊരു ആഘോഷം. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഓരോ പ്രാദേശിക ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്.
കേരളം മുഴുവൻ വൈവിധ്യമാർന്ന പല അനുഷ്ഠാനങ്ങളുമുള്ളൊരാഘോഷമാണ് ഓണം. എങ്കിലും ഓണം മലയാളിയുടെ മുഴുവൻ ഒരു ഉത്സവമാണ്, ആഘോഷമാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഹിന്ദുക്കൾ എന്ന കുറേ വിഡ്ഢികൾ എന്തൊക്കെയോ ആചരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാമോ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഓണത്തെക്കുറിച്ച് ഒന്നും അറിയാതെ ഇവിടെ എത്രയോ ആചാര്യന്മാര് ഏതെല്ലാമോ മാധ്യമങ്ങളിലൂടെ ഓണം എന്താണ്, ഓണം എന്തിനാണ്, ഓണം എങ്ങനെ ആഘോഷിക്കണം, എപ്പോഴാണ് ആഘോഷിക്കേണ്ടത്, ആരാണ് ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഓണം എന്തല്ല, എങ്ങനെയല്ല എന്നെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ വിഡ്ഢികളായിട്ടുള്ളവർക്കൊന്നും അത് ചെവിയിലേക്ക് എത്തുന്നില്ല. കാരണം ആചാര്യന്മാരുടെ വാക്കുകൾ ശ്രവിക്കുക എന്നുള്ളത് അവരുടെ സംസ്കാരത്തിൽ ഇല്ല. കണ്ണിക്കണ്ട യാതൊരു അറിവുമില്ലാത്ത ഈ ഹിന്ദുധർമ്മ വിരോധികളായിട്ടുള്ള ആളുകൾ പടച്ചുവിടുന്ന കഥകളൊക്കെ വിശ്വസിക്കുകയും ചെയ്യും. അതൊക്കെ അവരുടെ ചെവിയിൽ എത്തുകയും ചെയ്യും. അതെല്ലാം കേട്ട് അതാണ് പ്രമാണമായിട്ട് എടുക്കുകയും ചെയ്യും. അങ്ങനെയാണെന്ന് നമ്മളുടെ ഓണം ഈ അവസ്ഥയിലായത്. ആർക്കും എന്താണ് ഓണം എന്നറിയാതെ, എങ്ങനെയാണെന്നറിയാതെ ഓണത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു പ്രഭാഷണമല്ല, ഒരു ഇൻഫോർമലായിട്ട് കുറച്ച് കാര്യങ്ങളിങ്ങനെ തുറന്ന് പറയാം. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. അത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഹിന്ദുക്കളായ മൂഢന്മാരുടെ ഇടയിലേക്ക് പങ്കുവയ്ക്കാം. അവരെ നമ്മൾ ചിന്തിപ്പിക്കുകയാണ് വേണ്ടത്. അവരെ ചിന്തിപ്പിക്കാൻ നമ്മൾ പല ചോദ്യങ്ങളും അങ്ങോട്ട് ചോദിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഉത്തരം കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമില്ല. നമ്മൾ ന്യായീകരിക്കുന്നത് കേൾക്കാൻ അവർ തയ്യാറില്ല. അപ്പോൾ പിന്നെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള നിശ്ചയങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുകളിലൂടെ ഭേദിക്കുകയാണ് വേണ്ടത്. അവരെ ചിന്തിപ്പിക്കാൻ അതേ വഴിയുള്ളൂ. അപ്പോൾ അവരിപ്പോൾ കാട്ടിക്കൂട്ടുന്ന പലതും, അവരിപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന പലതും ശരിയല്ല എന്നവരുടെ ഉള്ളിൽ അവർക്ക് തന്നെ സ്വയം കൺവിക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അതിലേക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കുറച്ച് നേരം ഞാൻ ഇന്ന് വിനിയോഗിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ. എല്ലാവർക്കും സമ്മതമാണോ? നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ നമുക്ക് തുടരാം, നാളെ തുടരാം. ഇന്ന് ഇങ്ങനൊരു ദിവസമാവട്ടെ, നമുക്ക് ഓണത്തോടനുബന്ധിച്ച് ഈ ഒരു ചിന്തയാവാം. നിങ്ങൾക്കും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇതിലൂടെ ചോദിക്കാം. ഞാൻ കാണുന്നത് പറയാം. എല്ലാം കണ്ടു എന്ന് വലിയ വേഗത്തിലായാൽ സ്ക്രോൾ ചെയ്ത് വേഗം പോവുകയാണെങ്കിൽ അറിയില്ല. ഒരാളൊരു ചോദ്യം ചോദിച്ച് അത് കാണാനുള്ള ഗ്യാപ്പ് കിട്ടിയാൽ അടുത്ത ആളുടെ ചോദ്യം കാണാം. അപ്പോൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ പതുക്കെ ചോദിക്കുകയും ആവാം. നമ്മളിത് സൂം മീറ്റിംഗ് പോലെ വല്ല മീറ്റിംഗാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് അതിലേക്ക് വേണ്ടി മെനക്കെടാനൊന്നും വയ്യ. ഇതാകുമ്പോൾ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ കമൻറ്റുകളുടെ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം.
നമുക്ക് ചിന്ത ആരംഭിക്കാം. സ്വാമിയിൽ നിന്ന് മാത്രമേ അറിവ് ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ആരെയും കേൾക്കാൻ പോയില്ല എന്നുള്ളൊരു ദോഷം കൂടിയാണ്. അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അതൊരു ദോഷമാണ്. സാരമില്ല, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. നമ്മൾ ഓൺലൈനിലൂടെ നിരന്തരമായിട്ട് കൊറോണ കാലത്ത് ഈ ക്ലാസ്സുകൾ ആരംഭിച്ചതാണ്. വീട്ടിലിരിക്കുന്ന പല അമ്മമാർക്കും ആധ്യാത്മികമായിട്ടുള്ള പല അറിവുകളും നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കാനുള്ള ഒരു വേദിയായി മാറിയത്. അതൊരു ശരി തന്നെയാണ്. നിരന്തരമായിട്ട് കിട്ടണം. വല്ലപ്പോഴും വല്ലവരും എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സ്ഥിരമായി ഒരേ ആചാര്യനിൽ നിന്ന് കേൾക്കുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാവും. അത് നല്ലതാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് പക്ഷെ കുട്ടിക്കാലത്താണ് ആരംഭിക്കേണ്ടത്. പലരും വൈകിപ്പോയി. അപ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഓണാഘോഷം എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ആരാണ് അല്ലെങ്കിൽ ആർക്കാണ്, എന്തല്ല, എങ്ങനെയല്ല. അങ്ങനെ ചിന്തിക്കാം അല്ലേ? അപ്പോൾ ഓണാഘോഷം എന്നുള്ളത് വെറും ഒരു ആഘോഷം മാത്രമാണെങ്കിൽ, ഒരു സെക്യുലർ ആഘോഷമാണെങ്കിൽ അതിനിപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ വിശേഷ ദിവസങ്ങളോട് മാത്രം ഈ സെക്യുലർ എന്ന് ചേർത്ത് ജനറലൈസ് ചെയ്ത് ആഘോഷങ്ങളാക്കുന്നത് അത് എന്തോ ഒരു ഗൂഢ ഉദ്ദേശ്യമില്ലേ, ദുരുദ്ദേശ്യമില്ലേ? ചിന്തിക്കുക. മറ്റുള്ളവരുടെ വല്ല മത ആഘോഷങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ സെക്യുലറിസം കലർത്താനായിട്ട് ഏതെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയക്കാരോ ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അവരുടെ പുരോഹിതന്മാർ നിശ്ചയിച്ച ആ മുറയ്ക്ക് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ പള്ളിയിൽ അവരുടെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഗൃഹങ്ങളിൽ നടത്തുന്ന കാര്യങ്ങളിലും അവർക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് പുരോഹിതന്മാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. മുസ്ലിം അഥവാ ഇസ്ലാം അവരുടെ ഇടയിലുള്ള ആചാര വിശേഷ ദിവസങ്ങളെല്ലാം അവർ പറയുന്ന പോലെ തന്നെയാണ്. അതിൽ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു അഭിപ്രായവും ഇല്ല, മറ്റു മതസ്ഥർക്കൊന്നും ഒരു അഭിപ്രായവും പറയാനുള്ള ഒരു സാധ്യതയുമില്ല, അതിനുള്ള ധൈര്യവും ആർക്കുമില്ല. കാരണം അവർ ശക്തരായിട്ടുള്ളൊരു വോട്ട് ബാങ്കാണ്. വോട്ട് ബാങ്ക് മാത്രമല്ല, കായികമായിട്ടും അവർ നേരിടാൻ തയ്യാറുള്ളവരാണ്. ആരെങ്കിലും അവരുടെ മതത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഭയമുണ്ട്. അപ്പോൾ ഭയപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങളോ അവരുടെ വിശേഷ ദിവസങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഒരിക്കലും സെക്യുലർ അല്ല, അവരുടെ മത അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് വീട്ടിലൊരു നക്ഷത്രം തൂക്കാം, വേണമെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ അവർ തരുന്ന ബിരിയാണി കഴിക്കാം, അല്ലെങ്കിൽ അവർ തരുന്ന എന്തെങ്കിലും പലഹാരങ്ങൾ കഴിക്കാം. ഇതല്ലാതെ വേണമെങ്കിൽ പള്ളിയിൽ പോയി മുട്ടുകുത്തി നിന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ക്രിസ്മസ് പ്രയറിലൊക്കെ പങ്കെടുക്കാം. അതിങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കാനോ പറയാനോ അഭിപ്രായം പറയാനോ ഒന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. ജസ്റ്റ്
ഫോളോവേഴ്സായിട്ട് പുറകിൽ പോകാം. അത്ര മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നാൽ നിശബ്ദരാവണം നമ്മൾ. അതേപോലെ തന്നെയാണ് മുസ്ലിം പള്ളികളിലൊന്നും അവരുടെ വിശേഷ ദിവസങ്ങളിൽ നോക്കുന്ന പ്രവേശനം പോലും അപൂർവമായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്നേ ഉള്ളൂ. അവരുടെ സ്ത്രീകൾക്ക് പോലും പ്രവേശനമില്ല. പിന്നെയാണോ ബാക്കിയുള്ള മതസ്ഥർക്ക്? അവരുടെയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കാളികളാവാം. അവർ ബിരിയാണിയോ അതുപോലെയുള്ള വിശേഷ എന്തൊക്കെയോ വൈകുന്നേരത്തെ ഇഫ്താർ പാർട്ടികളൊക്കെ ഒരുക്കുമ്പോൾ അതിലേക്ക് പലരെയും ക്ഷണിക്കും. അതിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം. അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ മര്യാദകളും അവരുടേതായിട്ടുള്ള ആ ഒരു പോഷായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കണ്ട് നമുക്ക് അന്തം വിട്ടിട്ട് വരാം. അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും അഭിപ്രായം പറയാനുണ്ട്. ഗണപതി മിത്താണ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്ഷേത്രാനുഷ്ഠാനങ്ങളൊക്കെ സെക്കുലറാണ്, നമ്മുടെ ഉത്സവങ്ങളെല്ലാം സെക്കുലറാണ് എന്നൊക്കെ അഭിപ്രായം ഈ പറഞ്ഞ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളും പറയുന്നുണ്ട്. അവർ രാഷ്ട്രീയത്തിന്റെ മുഖം മൂടിയിട്ടുകൊണ്ടാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള വ്യാജേന അവരുടെ മതത്തിന്റെ ആശയങ്ങളെയാണ് അവർ കമ്മ്യൂണിസത്തിലൂടെ പുറത്തേക്ക് ഛർദ്ദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മുഖം മൂടി മാത്രമാണ് അവരുടെ ഉദ്ദേശ്യം. സനാതനധർമ്മത്തെ, ഹിന്ദുധർമ്മത്തെ വികലമാക്കുക, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുക, അതിനുള്ള അറ്റ്മോസ്ഫിയർ തയ്യാറാക്കുക, നമ്മുടെ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുക, ആത്മാഭിമാനമില്ലാത്തവരാക്കുക, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം അപകർഷതയോടെ കാണുക, പരിഹസിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഹിന്ദു തലമുറകളിൽ, വരുന്ന തലമുറകളിൽ കാണുന്നത്. നമ്മൾ അഭിമാനപൂർവം അതിനെ എടുത്തു പറയാൻ, അതിന്നതാണ് എന്ന് പറയാനുള്ള ധൈര്യം തലമുറകൾക്ക് ഉണ്ടാവണം. അതിന് മുതിർന്നവർക്ക് അറിവ് വേണം, അവരത് പകർന്നു കൊടുക്കുകയും വേണം. അപ്പം നമ്മുടെ മുതിർന്ന ആളുകൾക്ക്, നമ്മുടെ മുമ്പുണ്ടായിരുന്ന തലമുറകളിൽ പലർക്കും ശരിയായ അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ വാസ്തവം. അപ്പോൾ ഈ ഭാരതത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഏതാഘോഷവും എപ്പോഴും ആഘോഷിക്കാം, എന്തും ആഘോഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആഘോഷം മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് കുറേ വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ ധരിച്ച്, മദ്യപാനം ചെയ്ത്, മാംസഭക്ഷണം കഴിച്ച്, സിനിമ കണ്ട്, എന്തെങ്കിലുമൊക്കെ കുറെ അടിച്ചു പൊളിച്ച്, കുറെ തോന്നിയവാസങ്ങൾ കാണിച്ച് നടക്കാനാണെങ്കിൽ അതിന് ഹൈന്ദവ ആഘോഷങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതില്ല. എനി ഡേ, ഏതെങ്കിലും ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ, അതല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആഗസ്റ്റ് 15 ആഘോഷിച്ചോളൂ. പക്ഷെ അവിടെയും ആഘോഷിക്കുന്നതിന് പല നിയന്ത്രണങ്ങളും ഉണ്ടാവും. ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം ആഘോഷിച്ചോളൂ, അല്ലേ? ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പിറന്നാളുകൾ അവരവർക്ക് തോന്നിയതുപോലെ ആഘോഷിക്കാം. അവരുടെ വിവാഹ വാർഷികങ്ങൾ അവർക്ക് തോന്നിയതുപോലെ ആഘോഷിക്കാം. ഏത് വിശേഷങ്ങൾ, അവരുടെ ഗൃഹപ്രവേശമോ വീട്ടിൽ എന്തെങ്കിലും വിശേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തോന്നിയ പോലെ ആഘോഷിക്കാം. അതൊക്കെ ഇൻഡിവിജ്വൽ. അവർക്ക് ഈ പറഞ്ഞ മതവിശ്വാസമൊന്നും ഇല്ലെങ്കിൽ, ഇതിൻ്റെ ഒന്നും ആചാരാനുഷ്ഠാനങ്ങളുടെയും താല്പര്യം അറിയേണ്ട, അതിലൊന്നും യാതൊരു യുക്തിയുമില്ല, പ്രസക്തിയുമില്ല എന്ന് തോന്നുന്നവർക്ക് അതൊക്കെ നിഷേധിച്ചുകൊണ്ട് അവരുടെ തോന്നിയ വാസം എല്ലാം ചെയ്യാം. അതിന് സ്വാതന്ത്ര്യമുണ്ട് ഭാരതത്തിൽ. പക്ഷെ നിങ്ങൾ മറ്റു മതസ്ഥരെ ഒന്ന് നോക്കുക. അവരുടെ ഗൃഹപ്രവേശം അവരെങ്ങനെ നടത്തുന്നു? അവരുടെ പുരോഹിതന്മാർ വന്ന് അത് വേണ്ടതായിട്ടുള്ള റിച്വൽസ് അവിടെ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ എന്താ പറയുക, വെഞ്ചരിപ്പ് എന്നുള്ളതായിട്ട് ചടങ്ങുണ്ട്. മുസ്ലിങ്ങളാണെങ്കിൽ അവരുടേതായിട്ടുള്ള ചില ചടങ്ങുകളുണ്ട്. എല്ലാം ഹലാലാക്കിയിട്ടേ അവർ വേണ്ടതുപോലെ ഉപയോഗിക്കുള്ളൂ. അതല്ലെങ്കിൽ അവർക്കെല്ലാം ഹറാമാണ്. അപ്പോൾ നമ്മുടെ ഗൃഹപ്രവേശങ്ങളും
എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ പൂർവീകർ കാണിച്ചു തന്നിട്ടുണ്ട്. ഹൈന്ദവരുടെ ഗൃഹപ്രവേശ ചടങ്ങുകൾ എങ്ങനെ ആയിരിക്കണം, അതിൽ എന്തെല്ലാം പാടില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒന്നും അറിയാത്തവരും അല്ലെങ്കിൽ ഒന്നും അറിയാൻ താല്പര്യമില്ലാത്തവരും നിഷേധികളുമായിട്ടുള്ള താന്തോന്നികൾക്ക് എന്തുമാവാം. അന്ന് തന്നെ വീട്ടിൽ ധാരാളം മദ്യവും മാംസവും വെച്ച് എല്ലാവരെയും വിളമ്പി സൽക്കരിക്കാം, എന്നിട്ട് എല്ലാ അമംഗളങ്ങളെയും അവിടേക്ക് ആവഹിക്കാം. അവർക്കതൊന്നും പ്രശ്നമില്ല, അമംഗളങ്ങളൊന്നും ഇല്ല, അതൊക്കെ വെറും ഒരു എന്താ പറയുക കൺസെപ്റ്റ് മാത്രമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്നൊക്കെ അവർക്ക് തോന്നാം, അവർക്ക് ന്യായീകരിക്കാം. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ഓണത്തിലൊന്നും യാതൊരു വിശ്വാസമില്ലാത്തവർ ഓണം ദിവസം തന്നെ മദ്യമാംസങ്ങളും ഒക്കെ വിളമ്പുന്നവരുണ്ട്, കഴിക്കുന്നവരുണ്ട്. അവരൊന്നും സ്വയം തിരുത്തുകയല്ലാതെ വേറെ ആർക്കും തിരുത്താനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ സാധ്യമല്ല. അവരെ അവരുടെ പാട്ടിന് വിടുക എന്നേ പറയാൻ വൃത്തിയുള്ളൂ. അവരൊക്കെ ഏതെങ്കിലും കാലത്തെ ജീവിതത്തിൽ അടികൊണ്ട് പാകം വന്ന് എന്നെങ്കിലും എന്താ പറ്റിയതെനിക്ക്, എൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയതിന് എന്താണ് കാരണം എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് അവർ ഒരു പുനരാലോചന ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അവർ ആധ്യാത്മികമായിട്ടുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആചാര്യന്മാരെ സമീപിക്കുകയും ജീവിതത്തെ ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാൻ ഇടയുണ്ട്. അതിന് എന്താ പറയുക, ഈശ്വരൻ തന്നെ കനിയണം, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ അടി കിട്ടണം. ഇപ്പം നമ്മളിതിപ്പോൾ ഭാഗവതത്തിലെ കുബേരൻ്റെ മക്കളുടെ കഥയാണല്ലോ കണ്ടുകൊണ്ടിരുന്നത്. ഐശ്വര്യമതം കൊണ്ട് ഗർവിച്ച് മദ്യപാനം ചെയ്ത് സ്ത്രീകളുമായി വിവസ്ത്രരായി ഒരു പവിത്രമായ നദിയിൽ തോന്നിയവാസം കാണിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ജീവിതത്തിൽ വലിയ തിരിച്ചടി കിട്ടി. അവർ സ്ഥാവര അവസ്ഥയെ, വൃക്ഷാവസ്ഥയെ പ്രാപിച്ച് വർഷങ്ങളോളം വെയിലും മഴയും കാറ്റും തണുപ്പും കൊണ്ട് ആ ഒരു അവസ്ഥ അനുഭവിച്ച്, അസ്വാതന്ത്ര്യം അനുഭവിച്ച്, പാരവശ്യം അനുഭവിച്ച്, പ്രതികരിക്കാൻ പോലുമുള്ള ശേഷിയില്ലാത്തൊരവസ്ഥയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ പാകത വന്ന് അവർ ജീവിതത്തിൻ്റെ സത്യമറിഞ്ഞ് ഈശ്വരനെ മനസ്സിലാക്കി ഈശ്വരനെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നവരായി മാറിയത്. അപ്പം അതുപോലെ ലോകത്തിലെ എല്ലാവർക്കും ഒരവസ്ഥ വരും, ഉറപ്പാണ്, എല്ലാവരും വന്നേ പറ്റൂ. പക്ഷെ എപ്പോൾ, എത്ര കാലം കഴിഞ്ഞ് എന്നുള്ളത് സാപേക്ഷികമാണ്, ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ജന്മം തന്നെ പാഴായി പോകും, അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ വരും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു ആയിരിക്കാം അവരൊക്കെ നേരെയാവാൻ പോകുന്നത്, അവർക്ക് ജീവിതത്തിൻ്റെ തത്വം അറിയാൻ കഴിയുന്നത്. അവരൊക്കെ നിർഭാഗ്യവാന്മാർ. അവരെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, കരുണ ഉണ്ടാവുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. അയ്യോ പാവം. അപ്പോൾ നിങ്ങൾക്ക് ആഘോഷം മാത്രം മതിയെങ്കിൽ ഏത് ദിവസവും തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾ എന്തിനാ ഈ തിരുവോണം തന്നെ തിരഞ്ഞെടുക്കാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഗാന്ധി ജയന്തി ദിവസം ആഘോഷമാക്കിക്കൂടെ? അതെന്താ? ശ്രീകൃഷ്ണ ജയന്തി, വാമന ജയന്തി, ശ്രീരാമ നവമി, ശിവരാത്രി, നവരാത്രി, തിരുവാതിര, വിനായക ചതുർത്ഥി, ഇങ്ങനെയുള്ള ദിവസങ്ങൾ പോലെ തന്നെയല്ലേ ഗാന്ധി ജയന്തിയും? അപ്പോൾ ഗാന്ധി ജയന്തിക്ക് മദ്യവിരുദ്ധം, എന്താ മദ്യത്തിൻ്റെ വർജനം, മദ്യഷാപ്പുകൾ തുറക്കില്ല, അങ്ങനെയൊക്കെ ഗവൺമെന്റിന് നിയമം വെക്കാൻ എന്ത് കാര്യം? ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ എന്ന് ആരെങ്കിലും ചോദിക്കണ്ടോ? അപ്പം അതുപോലെ തന്നെയല്ലേ ഈ നമ്മൾക്കെല്ലാം വളരെ വിശേഷമായിരിക്കുന്ന നമ്മുടെയൊക്കെ ഈ ഗാന്ധിയൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഈശ്വരാരാധനയും ആ ഈശ്വര വിശ്വാസവും ഭക്തിയും അതിനോടനുബന്ധിച്ചതായിട്ടുള്ള ആഘോഷങ്ങളും. അപ്പോൾ ആ ദിവസങ്ങളും മദ്യം ഒഴിവാക്കിക്കൂടെ ഈ സർക്കാരുകൾക്ക്? ശ്രീകൃഷ്ണ ജയന്തി ദിവസമോ, ശ്രീരാമനവമി ദിവസമോ, ശിവരാത്രി ദിവസമോ, അതുപോലെയുള്ള നവരാത്രി സമയങ്ങളിലോ മണ്ഡലകാലത്തോ ഒക്കെ മദ്യവിൽപ്പന നിർത്തിവെച്ചുകൂടെ? നമ്മൾ ചോദിക്കണ്ടേ? ചോദിക്കാൻ ആളില്ല. നമ്മൾ വോട്ട് ബാങ്ക് അല്ല. അതുകൊണ്ട് നമ്മുടെ നേരെ ആർക്കും എന്തും ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ വിശേഷ ദിവസങ്ങളാണ് ഏറ്റവും അധികം മദ്യം
കൺസ്യൂം ചെയ്യുന്നതായിട്ട് ദിവസം. അതിൽ ഈ വർഷം വലിയ സങ്കടമായിരിക്കണം. എന്തോ 14 കോടിയുടെ കുറവുണ്ട് അത്ര കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച്. റെക്കോർഡ് ഭേദിച്ചില്ല എന്നുള്ളതാണ് സങ്കടം. കഴിഞ്ഞ കൊല്ലം 900 കോടിയോ എന്തോ ചെലവായി. ഈ വർഷം അതിൽ വെച്ച് 14 കോടി കുറവുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നത്. കൂടുതലല്ലേ വേണ്ടത് അല്ലേ? കാലം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും പുരോഗതി എന്ന് പറയുന്നത് മദ്യപന്മാരുടെ എണ്ണം കൂടുക, ഒരു കഴിക്കുന്ന ക്വാണ്ടിറ്റി കൂടുക, അതല്ലേ ഒരു രാജ്യത്തിന്റെ പുരോഗതി. അല്ലാതെ ആളുകൾ മദ്യം കുടിക്കാതായി സെൻസ് ഉള്ളവരായി മാറിയാൽ ആ രാജ്യം നശിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ ചിന്താഗതി തന്നെ പോകുന്നത്. ചിന്തിക്കുക നിങ്ങൾ. ഇപ്പൊ ഈ വർഷം ഒരു 14 കോടിയുടെ കുറവുണ്ട് അത്ര വിറ്റുവരവില്. അപ്പോ നമുക്ക് ചോദിക്കാനുള്ളത്, ഗാന്ധി ജയന്തിക്ക് മദ്യവർജനം ആവാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹൈന്ദവരുടെ വിശേഷ ദിവസങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തിയും രാമനവമിയും വാമന ജയന്തിയായ തിരുവോണത്തിലും ശിവരാത്രിക്കും നവരാത്രിക്കും ദീപാവലിക്കും തൃക്കാർത്തികയ്ക്കും തിരുവാതിരയ്ക്കും എല്ലാം മദ്യവർജനം ചെയ്യാത്തത്? നമുക്ക് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ ചോദിക്കാൻ തുടങ്ങണം. നിങ്ങൾ ആരംഭിക്കൂ. അപ്പൊ ചിലർ പറയും, ഓണം എന്നുള്ളത് കാർഷികാഘോഷമാണ്, അത് മഹാബലിയുടെ അല്ലെങ്കിൽ വാമന ജയന്തി ആയിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല, കാർഷികാഘോഷമാണ്. കാർഷികാഘോഷമാണെങ്കിൽ ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് നിങ്ങൾ കാർഷികാഘോഷം ചെയ്യുന്നതിലൂടെ. കാർഷികാഘോഷമായിട്ടുള്ള ഓണത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? നിങ്ങളൊന്ന് അന്വേഷിക്കൂ, ഒന്ന് ചിന്തിക്കൂ. കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഈ പറയുന്ന സർക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുജനമോ കഴുതകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കർഷകരുടെ ആത്മഹത്യ കുറയ്ക്കാനായിട്ട് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനോ അവരുടെ കടങ്ങൾ ഏറ്റെടുക്കാനോ ഏതെങ്കിലും ധനികന്മാരിവിടെ തയ്യാറുണ്ടോ? ഏതെങ്കിലും ബാങ്കുകൾ തയ്യാറുണ്ടോ? ഏതെങ്കിലും സർക്കാരുകൾ അതിന് മുൻകൈ എടുക്കുന്നുണ്ടോ? കർഷകരുടെ പ്രോഡക്ട്സിന് കൂടുതൽ അവർക്ക് അർഹിക്കുന്ന, അവർ ചെലവായ പൈസയെങ്കിലും അവർക്ക് കിട്ടണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏതെങ്കിലും കർഷകർ സാറ്റിസ്ഫൈഡ് ആണോ? അവർക്ക് കൃഷിയിൽ നിന്ന് മര്യാദയ്ക്കുള്ള ലാഭം കിട്ടി അവരുടെ കുടുംബം പോറ്റാനായിട്ട് സാധിക്കുന്നുണ്ടോ? വളരെ ചുരുക്കമുണ്ടാവും. അപൂർവമായിട്ടുള്ള കർഷകർക്ക് മാത്രമേ ആ ഒരു നല്ല സാമർഥ്യമുള്ളവർ, നല്ല സ്കില്ലുള്ളവർ, ആ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധയോടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ളവർ കുറച്ചു പേര് രക്ഷപ്പെടുന്നുണ്ട് കർഷകരിൽ. ഭൂരിപക്ഷവും അവർക്ക് യാതൊരു തര ആനുകൂല്യവും എവിടുന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അനുകൂല പരിതസ്ഥിതിയുമില്ല. പ്രകൃതിയും വിപരീതം. പ്രകൃതി തന്നെ എതിരായി നിൽക്കുന്നു. അപ്പൊ അതിൽ പ്രകൃതിക്ഷോഭമെല്ലാം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ അവരെ സഹായിക്കണമെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ കർഷകരുടെ ആ പ്രൊഡ്യൂസേഴ്സ്, അവരുടെ പ്രോഡക്ട്സ്, അതിന് അവർക്ക് അർഹിക്കുന്ന വില കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കള്ള് കച്ചവടം ചെയ്യുന്ന ബിവറേജസ് ഷോപ്പിലെ എടുത്തു കൊടുക്കുന്ന വെറും തൊഴിലാളികൾക്ക് നല്ല വരുമാനം അവർക്കുണ്ട്. അവിടെ തന്നെ ദിവസേന മാസം തോറും നല്ല ശമ്പളമുണ്ട് ബീവറേജസ് കോർപ്പറേഷനിൽ. അതിൻ്റെ പുറമെ അവർക്ക് 1 ലക്ഷത്തോളം ബോണസ് കൊടുത്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. 1 ലക്ഷത്തോളം രൂപ മദ്യം വെറുതെ എടുത്തു കൊടുക്കുന്ന, ആ രാജ്യത്തെ മുടിപ്പിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ജനങ്ങളുടെ ബോധത്തെ കെടുത്തുന്ന, ജനങ്ങളെ ആസുരവാസനയിലേക്ക് നയിക്കുന്ന, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഈ പാനീയം എടുത്തു കൊടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ഗവൺമെന്റ് ബോണസ് കൊടുത്തു. എന്നാൽ നമുക്ക് വേണ്ടി വെയിലും മഴയും കൊണ്ട് ഉറക്കമില്ലാതെ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ നഷ്ടങ്ങൾ സഹിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെന്ത് ഓണം? പിന്നെന്ത് കാർഷികാഘോഷം? നിങ്ങൾ തൊഴിലാളികളെ വിളിച്ച് ആദരിച്ചോ? അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചോ? ആരെങ്കിലും ചെയ്തുവോ? അവരുടെ പട്ടിണി മാറ്റാൻ എന്താണ് നിങ്ങൾ ചെയ്തത്? ചിന്തിക്കുക.
നിങ്ങൾക്ക് കാർഷികാഘോഷമായിട്ട് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തും പറയാം, പാചകം അടിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പം അത് എങ്ങനെയെങ്കിലുമൊക്കെ വടക്കാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തിരുവോണം കാർഷികാഘോഷമായിട്ടല്ല, ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇത് വാമന ജയന്തി അല്ലാതെ ആവണം. നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് പ്രാധാന്യമുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കണം. നമ്മളുടെ സനാതനധർമ്മത്തിന്റെ കെട്ടുറപ്പ് തന്നെ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ്. ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. അപ്പൊ ആചാരങ്ങൾ നിലനിന്നാൽ മാത്രമേ അതിന്റെ മർമ്മം നിലനിൽക്കുകയുള്ളൂ. ആചാരമാണ് അതിന്റെ ശ്രദ്ധാകേന്ദ്രം. അപ്പോൾ ഓണം മറ്റൊരു ആഘോഷമല്ല, ഒരു സെക്കുലർ ഫെസ്റ്റിവൽ അല്ല. ഇത് വിഡ്ഢികളായിട്ടുള്ള ഹിന്ദുക്കൾ ചിന്തിക്കുക, നമ്മുടെ ബുദ്ധിഭ്രമം ഉണ്ടാക്കാൻ പടച്ചുവിട്ടിട്ടുള്ള പല കഥകളാണ്. കച്ചവടക്കാരാണ് ഇന്ന് ഓണം നിയന്ത്രിക്കുന്നത് തന്നെ. അവരൊരു പൊണ്ണത്തടിയനെ ഒരു ഓലക്കൊടയും പിടിച്ച് എഴുന്നള്ളിക്കുന്നുണ്ട് മഹാബലി എന്ന പേരിൽ. യഥാർത്ഥ മഹാബലി ഇതല്ല, ഇങ്ങനെയല്ല. മഹാബലി വളരെ മാന്യനായിട്ടുള്ള വളരെ സുന്ദരനായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് ഇങ്ങനെ ഒരു കപ്പട മീശയുണ്ടോ, കുടവയറുണ്ടോ, ഇതൊന്നും നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അയാൾ മഹാസുന്ദരനായിട്ടുള്ള നല്ല ധാർമ്മികനായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അയാൾ ഇങ്ങനെ വികൃത രൂപത്തിൽ അവതരിപ്പിക്കേണ്ടതില്ല. അയാൾ പിടിക്കുന്ന ഓലക്കുട അയാളുടേതല്ല. രാജാവാണെങ്കിൽ ഓലക്കുട പിടിച്ചിട്ടല്ല എഴുന്നള്ളേണ്ടത്, കാൽനടയായിട്ടല്ല വരേണ്ടത്. രാജാവായിരുന്നെങ്കിൽ അദ്ദേഹം രാജകീയമായിട്ട് എഴുന്നള്ളണം, രഥത്തിൽ വരട്ടെ. രഥത്തിൽ തന്നെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കുടകളുണ്ട്. അല്ലെങ്കിൽ കുട പിടിക്കാൻ, ആലവട്ടം വീശാൻ, വെഞ്ചാമരം വീശാൻ ആളുകൾ വേണം അദ്ദേഹത്തിന്, രാജാവിനെ എഴുന്നള്ളുമ്പോൾ. അപ്പൊ അത് വെറും ഓലക്കുടയല്ല, അത് വെൺകൊറ്റക്കുടയാണ്, രാജകീയമായിട്ടുള്ള കുടയാണ്. അപ്പൊ അതിന് പകരം എങ്ങനെ ഓലക്കുട വന്നു? അതാരാ ചോദ്യം ചെയ്യാത്തത്? എല്ലാ പൊട്ടന്മാരും ഈ ഓലക്കുടയായിട്ട് എഴുന്നള്ളിക്കുകയാണ് ഈ മാവേലി. അപ്പൊ ഈ ഓലക്കുട എന്നുള്ളത് വാസ്തവത്തിൽ വാമനന്റെ കുടയാണ്. വാമനന്റെ കുടയിൽ വാമനൻ വന്നിരുന്ന സ്ഥാനത്ത് വാമനനെ മാറ്റി പ്രതിഷ്ഠിച്ചതാണ് ഈ മാവേലിയുടെ ചിത്രങ്ങൾ. വാമനൻ വരുന്നതിനെ മാറ്റി വാമനന് പകരം പ്രതിഷ്ഠിച്ച ചിത്രമാണ് ഈ കൊടവയറൻ, കപ്പടാമീശക്കാരൻ, വാമനന്റെ കൊടയും പിടിച്ചു വരുന്ന വരവ്. ഇനി ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ മാവേലിക്ക് ഈ കേരളത്തിലേക്ക് വേണ്ടി വരേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന് കേരളവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതെല്ലാം ചോദ്യം ചെയ്യണം, ഇതൊക്കെ ചോദിക്കണം. മാവേലി കേരളം കണ്ടിട്ടുണ്ടോ? മാവേലിയുടെ കാലത്ത് കേരളമുണ്ടോ? മാവേലി കേരളം ഭരിച്ചിട്ടുണ്ടോ? മൂഢന്മാരെ, വിഡ്ഢികളെ, ചിന്തിക്കൂ എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ പൊട്ടക്കഥ? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ പൊട്ടപ്പാട്ട്? ഏത് പൊട്ടനാണ് ഈ പാട്ട് എഴുതി തന്നത്? മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഈ പൊട്ടപ്പാട്ട് ഏത് പൊട്ടനാണ് നിങ്ങൾക്ക് സമ്മാനിച്ചത്? ഒത്തിരി രൂക്ഷമായിട്ട് തന്നെ പറയുമ്പോഴേ ചിന്തിക്കുള്ളൂ. നമ്മളിപ്പോ എല്ലാറ്റിനെയും മഹത്വവൽക്കരിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. നമ്മുടെ ഉദാരതയാണ് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് മാറുന്നത്. നമ്മളെല്ലാവരോടും ഉദാര മനസ്കരായിട്ട് എല്ലാവരെയും മഹത്വവൽക്കരിക്കും തോറും ആ വഴിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് രൂക്ഷമായി തെറ്റ് എന്ന് വിമർശിക്കാൻ അതിന് ഇത്തിരി കഠിന ഭാഷ തന്നെ പ്രയോഗിക്കേണ്ടി വരും. തെറ്റാണെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ ദാക്ഷിണ്യമൊന്നുമില്ല, ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. അതിപ്പോ ആര് സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്ത ഒരാളായിരിക്കാം ചിലപ്പോൾ ഈ പൊട്ടത്തരം എഴുതി വെച്ചിരുന്നത്. അത് പൊട്ടത്തരം തന്നെയാണ്.
അതാണ് നമ്മൾ ഭീഷ്മരുടെ ചരിത്രം പറയുമ്പോൾ യാതൊരു കണ്ണിൽ ചോരയുമില്ലാതെ ഭീഷ്മരെ നിഷേധിക്കണം. നമ്മൾ ഭീഷ്മരുടെ അപരാധങ്ങൾ നമ്മൾ തുറന്നു കാണിക്കണം. ഇത് നമ്മൾ ഔദാര്യം കൊണ്ട് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് ഭീഷ്മൻ എന്നത് വലിയൊരു ബിംബമായി മാറി. ഭീഷ്മൻ എന്ന ബിംബത്തെ തകർക്കണം നമ്മൾ. അപ്പോഴേ തെറ്റുകൾ തിരുത്തപ്പെടുകയുള്ളൂ. ഭീഷ്മർ തെറ്റുകാരനാണ്, ഭീഷ്മർ അധർമ്മം പ്രവർത്തിച്ച ആളാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് ചിന്തിപ്പിക്കണം ജനങ്ങളെ കൊണ്ട്. അങ്ങനെ ചിന്തിച്ചാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ഒരു അവകാശം കൊടുത്താൽ, ഒരു ഔദാര്യം കാണിച്ചാൽ, നമ്മുടെ വിശാല മനസ്സുകൊണ്ട് ആ പാവം ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പലരെയും നമ്മൾ അനുവദിച്ചാൽ അവർ നമ്മുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, നമ്മുടെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന ആ തലത്തിലേക്ക് നമ്മുടെ വീക്ക്നെസ് ആണെന്ന് കരുതി നമ്മളെ മുതലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തുറന്ന് പറയേണ്ടതൊക്കെ തുറന്ന് പറഞ്ഞേ പറ്റൂ. കർക്കശമായി പറയേണ്ടടുത്ത് പറഞ്ഞേ പറ്റൂ. നമ്മളെല്ലായിടത്തും അങ്ങനെ വേണം. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ ശീലിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ച ശേഷം പിന്നെ പറയുമ്പോഴേക്കും വൈകി പോയിട്ടുണ്ടാവും. ഒരുപാട് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എവിടെയാണോ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ മർമ്മത്തിൽ തന്നെ കൊടുക്കണം. മുളയിലേ നുള്ളണം. മുളയിലേ നുള്ളാൻ പരിശീലിക്കണം. ഏത് കാര്യവും ഇപ്പം നമ്മുടെ തലയിൽ കയറിയിരിക്കണം. മുളയിൽ നുള്ളുകയല്ല നമ്മൾ ചെയ്തത്. നമ്മൾ അവകാശം കൊടുത്ത് എല്ലാം നമ്മുടെ തലയിൽ കയറിയിരിക്കണം. നമ്മളെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കണം. ചിന്തിക്കുക. അപ്പോ ഏത് ആഘോഷത്തിനും, നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള ആഘോഷങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ ആണെങ്കിലും അതിൽ 2 പാർട്ടുണ്ട്. ഒന്ന് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആചാരം എന്ന് പറയുന്ന റിച്വൽസ്, അതിനെ നിലനിർത്തുന്നത് അതാണ്, ആചാരങ്ങളാണ്. ആ ആചാരങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറന്തോട് മാത്രം എടുത്തണിഞ്ഞിട്ട് കാര്യമില്ല. അതിനെയാണ് ഉത്സവം, ആഘോഷം എന്നൊക്കെ പറയുന്നത്. ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കാർണിവൽ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസത്തെ നമ്മൾക്ക് എന്നും മെമ്മറബിൾ ആക്കാൻ വേണ്ടി, വർണ്ണാഭമാക്കാൻ വേണ്ടി പൂർവികരുടെ അനുവാദത്തോടു കൂടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തു. കാരണം കുട്ടികൾക്കും അതിൽ സന്തോഷിക്കണം. എല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായാൽ മന്ദബുദ്ധികളായിട്ടുള്ളവർക്ക്, ബാലബുദ്ധികളായിട്ടുള്ളവർക്കൊന്നും അതിൽ രുചി ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ കൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളോടൊപ്പം പല ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, നിറപ്പകിട്ടാർന്ന പല പരിപാടികൾ ചേർത്തത്. അത് കുട്ടികളെ ആകർഷിക്കാനാണ്, ബാലബുദ്ധികളെ ആകർഷിക്കാനാണ്. ഏത് സാധാരണക്കാരനും അതിലേക്ക്, ആ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകർഷണം മാത്രമാണ്, ഒരു പുറന്തോടാണത്. ചോക്ലേറ്റുകൾ എങ്ങനെയാണോ വളരെ കളർഫുള്ളായിട്ടുള്ള പേപ്പറുകൾ കൊണ്ട് പൊതിഞ്ഞ് നല്ല പേരൊക്കെ കൊടുത്ത് ആകർഷണീയമാക്കുന്നത് അല്ലേ, അതിൻ്റെ പേര്, അതിൻ്റെ ബ്രാൻഡ് നെയിം, അതിൻ്റെ പേര്, അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള കവേഴ്സ്, ഇതൊക്കെയാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഉള്ളിലെ മെറ്റീരിയൽ അല്ല. മെറ്റീരിയൽ രുചിച്ചു നോക്കിയിട്ടല്ല എല്ലാവരും അത് സ്വീകരിക്കുന്നത്. പിന്നെ കുറേ ആളുകൾ അതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള അതിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി, അത് ബാക്കിയുള്ളവരെ കൂടി അതിലേക്ക് ആകർഷിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നാടോടുമ്പോൾ നടുവേ ഓടുക, അല്ലെങ്കിൽ എന്താ പറയുക, മുമ്പേ ഗമിച്ചീടിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം മുതലായിട്ടുള്ള ആ ഒരു മാസ് സൈക്കോളജി. അപ്പോൾ എല്ലാവരും ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു. അവിടെ ചോദ്യം ചെയ്യലൊന്നുമില്ല. ഭൂരിപക്ഷം ആളുകൾക്കും ചോദ്യം ചെയ്യലൊന്നുമില്ല. എന്തിന്?
എന്താണിത്, എന്തിനു വേണ്ടിയിട്ടാണിത്, ആരും ചോദ്യം ചെയ്യില്ല. അത് ഫോളോവേഴ്സ് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ളവരെ കൺഫ്യൂസ് ചെയ്ത് വഴിതെറ്റിക്കുന്നതാണ് ഇന്നത്തെ പല പരിപാടികളും. പുതിയ പുതിയ ആചാരങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്, ഓണത്തോടനുബന്ധിച്ച് പുതിയ പദ്ധതികൾ. അപ്പോൾ ആ വഴിക്ക് പൊക്കോളൂ അവരുടെ മൈൻഡ്. ഇങ്ങനെയും കൂടി ചെയ്യണം കേട്ടോ, ഇതും കൂടി ആയാലേ ഓണം ആവുള്ളൂ എന്ന് പല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മറന്നു. ഇപ്പോൾ ഓണത്തിന് പൂക്കളം ഇടുക എന്നുള്ളത് വെറും ബിസിനസ്സായി മാറിയിരിക്കുന്നു അല്ലേ? എത്ര വീടുകളിൽ സ്വന്തം വീട്ടിലുണ്ടായ പൂക്കൾ അല്ലെങ്കിൽ അടുത്ത വീടുകളിലെയോ വേലിയിലെയോ പ്രകൃതിയിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിട്ടുള്ള പൂക്കൾ പറിച്ച് ഇലകൾ പറിച്ച് ശരിയായ രീതിയിൽ പൂക്കളം ഇട്ടിട്ടുണ്ട്. ഇതെവിടെയോ മേട്ടുപ്പാളയത്തോ ഹൊസൂറിലോ തമിഴ്നാട്ടിൽ എവിടെയോ വിളയുന്നതായിട്ടുള്ള ചെണ്ടുമല്ലിയും ജമന്തിയും അവർ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന് ഒരു ഏജന്റ്, അവൻ എനിക്കറിയാം നമ്മുടെ പാലക്കാട് മുഴുവൻ വിതരണം ചെയ്തിട്ടുള്ളത് വലിയൊരു കച്ചവടക്കാരൻ, ഏറ്റവും വലിയ പൂക്കച്ചവടക്കാരൻ മുസ്ലിമാണ്. അവൻ വെൻഡേഴ്സായിട്ട് നിയമിച്ചിരിക്കുന്നതും ഓരോ ഭാഗത്ത് കൊണ്ടുവന്ന് ലോറിയിൽ വന്ന് ഇറക്കി കൊടുക്കണം. അവിടെ കുറെ കൂട്ടി വെക്കുന്നു. അവിടെ അവൻ്റെ ഡെപ്യൂട്ടിയെ വെക്കുന്നു. അവന് മുർ റഹ്മാനോ മുത്തലീഫോ മനാഫോ അബ്ദുൽ ഖാദറോ ഒക്കെയാണ്. അവർക്ക് ഈ പൂവിനെ കുറിച്ചൊരു ഇതൊന്നുമില്ല. അവർക്കതൊരു കച്ചവട ചരക്ക് മാത്രമാണ്. അവരതിനെ ചവിട്ടിക്കൂട്ടും, എന്ത് വേണമെങ്കിൽ ചെയ്യാല, ഹലാലാക്കും. അവർക്കൊന്നും പ്രശ്നമല്ല. അവർക്ക് കച്ചവട വസ്തു മാത്രമാണ്. അതിങ്ങനെ കൂട്ടിയിട്ടുണ്ട് എല്ലായിടത്തും. ഒരേ ആൾ തന്നെ കൊണ്ടുവന്ന് പലയിടത്ത് ഇറക്കി കൊടുത്ത് അവർ വെൻഡേഴ്സായിട്ട് അവന് ഡെയിലി ശമ്പളം കൊടുക്കുകയാണ്. നീ ഇത് വിറ്റ് തന്നാൽ നിനക്ക് ഇത്ര കമ്മീഷൻ, അല്ലെങ്കിൽ നിനക്ക് ഇത്ര കൂലി. അത് അവർക്കൊരു ഗ്രൂപ്പ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെ തന്നെ അവിടെ വെൻഡേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഹൈവേലുകൾ കാണാം, മറ്റു മാർക്കറ്റുകളിൽ കാണാം, എവിടെ പൊതുസ്ഥലങ്ങൾ, ജംഗ്ഷനുകൾ, എവിടെ നോക്കിയാലും ഇത് കൂട്ടി ഒരേ സാധനം തന്നെയാണ്. ഇവിടുന്നാണ് വരണം, ഒരേ ലോറിയിലാണ് വരുന്നത്. ഈ ചവറ് തന്നെ പറയാം, അതിനെ വാരിയിട്ടാണ് വലിയ വിലയും കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ടോ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ടോ ഇങ്ങനെ പൂക്കളം എന്ന പേരിലിട്ട് ഫോട്ടോ എടുത്ത് വിലസുന്നത്. ഒക്കെ ഇന്ന് വാട്സാപ്പിൽ ഫോട്ടോ ഇടാൻ, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ്, ഞെളിയാൻ വേണ്ടി. ആരോ ഇട്ട പൂക്കളത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ പിടിച്ച് ഞാനിട്ടതാണെന്നുള്ള ഭാവത്തിൽ ഒരു പോസും ചെയ്തിരിക്കുക. വിഡ്ഢികൾ, സ്വയം അധ്വാനിക്കാനുള്ള യാതൊരു ഇതുമില്ലാതെ, നാണമില്ലാതെ. ഇത് നമ്മുടെയൊക്കെ ഓണക്കാലം, കുട്ടിക്കാലം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എത്ര ഓടി നടന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പൂക്കൾ പെറുക്കലും ഒരുക്കലും കളമിടലും. എന്തുത്സാഹമായിരുന്നു, അതിലെത്ര നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു, എന്തൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നത്തെ കുട്ടികൾക്കൊന്നും കിട്ടാനില്ല. അവർക്കിന്നിപ്പോൾ ട്യൂഷനും വേറെന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനേ സമയമുള്ളൂ. അവർ മണ്ണ് തൊടിയിക്കില്ല, അമ്മമാർ വെള്ളം കാണിക്കില്ല. ഒന്നിനും കൊള്ളാത്ത, പ്രകൃതിയെക്കുറിച്ച് അറിയാത്ത, കോമൺ സെൻസ് ഇല്ലാത്ത, പ്രായോഗിക ബുദ്ധികളില്ലാത്ത കുറെ പുസ്തക പുഴുക്കൾ മാത്രം. പുസ്തകത്തിൽ നിന്നും ഗൂഗിളിൽ നിന്നും കിട്ടുന്ന കുറെ ഇൻഫർമേഷൻസ് മാത്രമുണ്ട് അവരുടെ കയ്യിൽ. ജീവിതത്തിൽ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യണം എന്നൊരു ഒരു വിഷമഘട്ടം വന്നാൽ അന്തം വിട്ടു പോകും. ഒരു ഉറുമ്പ് കടിച്ചാൽ പേടിച്ച് നിലവിളിക്കും. മറ്റു പ്രാണികൾ കടിച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ അതിൻ്റെയൊക്കെ നടുവിൽ കിടന്ന് വളർന്നുകൊണ്ട് നമുക്ക് തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല. ഏത് ജന്തുക്കളുടെ നടുവിലും പോയിട്ട് നമുക്ക് ജീവിക്കാം. അപ്പൊ അതിനൊക്കെയുള്ള അവസരമാണ്, പ്രകൃതിയുമായിട്ട് ഇണങ്ങാനുള്ള അവസരമാണ് ഈ ഓണത്തിന് 10 ദിവസം പൂക്കളിടുന്ന പരിപാടികൾ. കുട്ടികൾക്ക് റെസിസ്റ്റൻസ് വളരാൻ, ജീവിക്കാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഒക്കെയുള്ള അവസരമാണ്. അതൊക്കെ മറന്നു. ഇന്നിപ്പോൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ എത്ര സ്മാർട്ടായിട്ട് പറ്റിക്കാം, അതാണ് ഇന്ന് പഠിപ്പിക്കുന്നതല്ല. മറ്റുള്ളവരെ പറ്റിക്കാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ്? ഹൗ ടു ഫൂൾ അതേഴ്സ്, ഹൗ ടു ചീറ്റ് അതേഴ്സ്.
എത്ര എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും? അതാണല്ലോ ഈ വല്ലവനോട്ട പൂക്കളത്തിൻ്റെ മുമ്പിൽ സ്വയം നിന്ന് ഞെളിഞ്ഞ് ഫോട്ടോ എടുത്ത് ഞാനിട്ടതാണെന്നുള്ള മാതിരി ഇടുന്നതൊക്കെ ഒരുതരം ചീറ്റിംഗാണ്. ഇതൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ ഈ ആഘോഷങ്ങളിലെ റിച്വൽസിനാണ് പ്രാധാന്യം എന്നുള്ളത് മറക്കാതിരിക്കുക. അതിലെ ഫെസ്റ്റിവൽ പാർട്ട് എന്നുള്ളത് അഡീഷനാണ്, അത് അനുവദിച്ചിരിക്കുന്നതാണ്, അനുവാദം കൊടുത്തിരിക്കുന്നതാണ്. വേണമെങ്കിൽ ആയിക്കോളൂ, നിർബന്ധമില്ല. നിങ്ങൾക്ക് കുട്ടികൾക്കുള്ളതാണ്, അതല്ല വലിയവർക്കുള്ളതല്ല. പക്വത വന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓണത്തിന് പുത്തൻ കോടി ഇടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും കാലങ്ങളായിട്ടില്ല. എല്ലാ ദിവസവും ഒരുപോലെയായിട്ട് കണക്കാക്കണം. എല്ലാ ദിവസവും ഈശ്വരനെ സ്മരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. എല്ലാ ദിവസവും അല്ല, എപ്പോഴും. അതിനുവേണ്ടി ആണ് ബാക്കിയുള്ളതെല്ലാം, അതിനുള്ള ഒരുക്കങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ എല്ലാ ദിവസവും ഈശ്വരനെ സ്മരിക്കാൻ കഴിയാത്തവർക്കാണ് വിശേഷ ദിവസങ്ങൾ വിധിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഈശ്വര പൂജ ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിശേഷ ദിവസങ്ങളിലെങ്കിലും പൂജ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഓണത്തിന് പൂജ ചെയ്യണം. ഓണത്തിന് ഓണത്തപ്പനെ വരവേറ്റ്, ഓണത്തപ്പൻ എന്നാൽ മാവേലിയല്ല, വാമനമൂർത്തിയാണ്, മാതേവരാണ്, മാതേരാണ്. മാതേര് വെക്കുക എന്നായിരുന്നു നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നത്. അതിനെ ഈ അടുത്ത കാലത്ത് മാവേലി വെക്കുക എന്നായി മാറി, മാവേലിയെ വരവേൽക്കുക എന്നായി മാറി. മാതേവരെ വരവേൽക്കുന്നത് മാറ്റി. മാതേവരാണ്, മാതേവർ മഹാദേവനാണ്, മഹാദേവൻ ത്രിവിക്രമനാണ്, മഹാദേവൻ, ദേവാനാമപി ദേവഃ, ദേവാദിദേവഃ, മഹാനസൗ ദേവഃ, ഏറ്റവും വലിയവനായ, ലോകങ്ങളെ മുഴുവൻ തന്നിൽ ദർശിപ്പിച്ച, വിശ്വത്തെ മുഴുവൻ തന്നിൽ ദർശിപ്പിച്ചതായിട്ടുള്ള വിശ്വരൂപിയായ ത്രിവിക്രമനായ വിഷ്ണുവിൻ്റെ ആ ത്രിവിക്രമ അവതാര ദിവസമാണ്. അത് സ്മരിക്കാനുള്ളതാണ് ഓണം. ഇത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഓണത്തോടനുബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാമനാവതാര ചരിതം, മഹാബലിചരിതം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിൽ റെഗുലറായിട്ടുള്ളവർക്കൊക്കെ റെഗുലറായിട്ടുള്ള എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അവരിനിയും നമ്മൾ പല സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് പറയും, കേൾക്കുക. അല്ലെങ്കിൽ പഴയ വീഡിയോകളുണ്ട്, കാണുക. വാമനാവതാര ചരിതം അഷ്ടമസ്കന്ധത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദശമസ്കന്ധത്തിലേക്ക് എത്തി. 10 അധ്യായങ്ങളായിട്ടാണ് വാമനാവതാര ചരിതം. അഷ്ടമസ്കന്ധത്തിൽ 15-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ 9 അധ്യായങ്ങൾ. വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രയോ ഓണക്കാലത്ത് നമ്മൾ കഴിഞ്ഞ ഓണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതേ കാര്യം തന്നെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വാമനാവതാര ചരിതം പറയാനല്ല വന്നത്, നമ്മുടെ ധർമ്മരോഷം പ്രകടിപ്പിക്കാൻ വന്നതാണ്. ഇപ്പോഴും മാവേലിയെ കെട്ടി എഴുന്നള്ളിക്കുന്നവരെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി വന്നതാണ്. അവരുടെ പൊട്ടത്തരം വിളിച്ചു പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോഴും നമ്മൾ പല ലേബലുകളിലും നമ്മുടെ പല പോസ്റ്ററുകളിലും മാവേലിയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറിവുള്ളവർ പോലും അത് തന്നെ പ്രദർശിപ്പിക്കുന്നു. കൊടയും പിടിച്ച്, ഓലക്കൊടയും പിടിച്ചിട്ടുള്ള കൊടവയറൻ മാവേലിയെ കാണിക്കുന്നു. ചിലർ രാജാ രവിവർമ്മ വരച്ച മാവേലിയാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു മാവേലിയെ കാണിക്കുന്നു. ഏതാണെങ്കിലും മാവേലി വരാതിരുന്നോട്ടെ, അതൊക്കെ നമ്മുടെ സൗകര്യമാണ്. മാവേലിക്കല്ല പ്രാധാന്യം, വാമനനാണ് പ്രാധാന്യം. മാവേലി കൂടെ വന്നോട്ടെ. വാമനനില്ലാത്ത മാവേലിയെ നമുക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ വാമനനെ മുമ്പിൽ നടത്തൂ, പുറകിൽ മാവേലിയെ നടത്തൂ. വാമനനാണ് കൊട പിടിച്ച് നടക്കുന്നത്. വാമനനെ ബഹുമാനിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് വാമനന്റെ ഭക്തനായ മഹാബലിയും കൂടെ വന്നോട്ടെ.
കാരണം നമ്മളെ സംസ്കാരത്തിൽ അതിനൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടിവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് സകല ചരാചരങ്ങളെയും പൂജിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ട് നമ്മുടെ ഈശ്വര പൂജ ചെയ്യുമ്പോൾ ഈശ്വരന്റെ കൂട്ടത്തിൽ ഈശ്വരനാൽ നിഗ്രഹിക്കപ്പെട്ടവരെ കൂടി പൂജിക്കുന്ന പതിവുണ്ട്. നമ്മുടെ ദേവീ മാഹാത്മ്യത്തിന്റെ അവസാന ഭാഗത്ത് രഹസ്യത്രയം എന്നുള്ളതായിട്ടുള്ള ഭാഗത്തിൽ ഈ പൂജാ വിധികളെ കുറിച്ച് പറയുമ്പോൾ മൂർത്തി രഹസ്യം എന്ന് പറയുന്ന ഭാഗമാണ്. പ്രാധാനിക രഹസ്യം എന്ത് രഹസ്യമാണ്, അത് കഴിഞ്ഞ് മൂർത്തി രഹസ്യം എന്നുള്ളതായിട്ടുള്ള ഭാഗം. അതിൽ മൂർത്തി തത്വം പറയുമ്പോൾ പൂജ എങ്ങനെയൊക്കെയാണ് പൂജ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഭാഗത്ത് മഹിഷാസുരമർദിനിയെ നിങ്ങൾ പൂജിക്കുമ്പോൾ കൂടെ മഹിഷാസുരനെയും പൂജിക്കണം എന്നാണ് പറയുന്നത്. മഹിഷാസുരൻ ദേവിയാൽ വധിക്കപ്പെട്ട അസുരനാണ്, ദുഷ്ടനായിരുന്നു. പക്ഷെ ദേവിയാൽ വധിക്കപ്പെട്ടതോട് കൂടിയിട്ട് അവന്റെ എല്ലാ പാപങ്ങളും നശിച്ചു. അവനെ ദേവി പവിത്രനാക്കി. അതുകൊണ്ട് മഹിഷാസുരനെയും കൂടെ പൂജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പല അവതാരമൂർത്തികളുടെയും ചിത്രങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരെ ഉണ്ടാക്കിയ അസുരന്മാരൊക്കെ കൂടെ ഉണ്ടാവും. പൂതനാമോക്ഷത്തിൽ നമ്മൾ പൂതനയുടെ കഥ കണ്ടു. പൂതനയെ പൂതയാക്കി ഭഗവാൻ. അപ്പോൾ ആ പൂതയെ നമുക്ക് ബഹുമാനിക്കാം. എന്നുവെച്ചാൽ പൂതനയുടെ ഒരു ജയന്തി ആഘോഷിക്കുകയല്ല വേണ്ടത്, പൂതനയുടെ വരവിനെ ആഘോഷിക്കുകയല്ല വേണ്ട. അയ്യോ, പൂതന ഒരു മാതാവാണ്, മാതാവിനെ വധിച്ച കള്ളനാണ് കൃഷ്ണൻ, ഇങ്ങനെയൊക്കെ വേണം കഥയുണ്ടാക്കാം. മുല കൊടുക്കാൻ വന്ന പാവം ആ അമ്മയെ കൊന്നുകളഞ്ഞ ദുഷ്ടനാണ് കൃഷ്ണൻ എന്നിനി കഥയുണ്ടായാലും അതിശയിക്കാനൊന്നുമില്ല. നമ്മളിപ്പോൾ വാമന കഥ പോലെ വാമനൻ ഏറ്റവും വലിയ വഞ്ചകനാണ്, ഇന്ദ്രന് വേണ്ടി വലിയ ചതിച്ച വഞ്ചകനാണ് വാമനൻ എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊണ്ണകള്, പൊട്ടന്മാര്, കഥയറിയാതെ ആട്ടം കാണുന്ന വിഡ്ഢികൾ. ഇത്തിരി കഠിനമായിട്ട് പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ സ്മൂത്തായിട്ട് പറഞ്ഞിട്ട് ചെവിയിലേക്ക് കയറില്ല. ഇത്തിരി മൂർച്ചയുള്ള ആയുധം കൊണ്ടേ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ തൊലിക്കട്ടി കൂടിയവരും ബുദ്ധി കുറഞ്ഞവരും ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഇത്തിരി രൂക്ഷമായിട്ട് തന്നെ ദണ്ഡിക്കേണ്ടി വരും, ഭേദിക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ളവർ സാത്വികന്മാരായിട്ടുള്ള അവർ അയ്യോ സ്വാമി എന്താ എങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കേണ്ട, പറഞ്ഞേ പറ്റൂ. നിങ്ങളും പറയാറാവണം പറയേണ്ടവരോട്. എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള മന്ദബുദ്ധികളോട് നമ്മൾ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കണം. ഭഗവാൻ ആദിശങ്കര ഭഗവത്പാദർ അങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലേ? മൂഢമതേ എന്ന് പറഞ്ഞു. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിടുകൃഞ്ഞു കരണേ. ഒരു ശാസനയാണത്. ഭഗവാൻ ഗീതയിൽ അർജുനന് ആരംഭിച്ചപ്പോൾ തന്നെ ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. പാണും പെണ്ണും കെട്ടവനെ നപുംസകമേ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ അർജുനനെ അഭിസംബോധന ചെയ്യുന്നത്. അവനെ ഉണർത്തണമെങ്കിൽ ചില ചാട്ടവാർ അടി പോലെയുള്ള അടി വേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള വിഡ്ഢികളെ നമ്മൾ വിഡ്ഢികളെ തന്നെ വിളിക്കണം. എന്നും ഒരേ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്ന, ഏതോ പൊട്ടന്മാർ പാടിയതിനെ തന്നെ ഏറ്റു പാടിക്കൊണ്ടിരിക്കുന്ന, അതിനെ ശരിക്ക് ചോദ്യം ചെയ്യാതെ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദ്യം ചെയ്യില്ല. ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളുടെയൊക്കെ ലോജിക്ക് ചോദിക്കും. ഇവന്റെ ജീവിതത്തിൽ തന്നെ വല്ല ലോജിക്ക് ഉണ്ടോ എന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഇവൻ ദിവസവും കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും അവൻ ലോജിക്ക് നോക്കിയിട്ടാണോ ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുണ്ട്. ചോദിച്ചാൽ അത് കൂടുതലായിപ്പോകും. പല കാര്യങ്ങൾക്കും ലോജിക്കല്ല, നമ്മുടെ ബുദ്ധിയെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പലതും പൂർവികർ വച്ചിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ലോജിക്ക് ചോദിച്ചാൽ പലതിനും നമുക്ക്
ഉത്തരവില്ല, അല്ലെങ്കിൽ പുതിയ പുതിയ ലോജിക്കുകൾ കൊണ്ട് പലതിനെയും നമുക്ക് ലംഘിക്കാം, പല സംസ്കാരത്തെയും നശിപ്പിക്കാം, പല ആചാരാനുഷ്ഠാനങ്ങളെയും ഉപേക്ഷിക്കാം, എല്ലാം നശിപ്പിക്കാം. എല്ലാ മതസ്ഥർക്കും അവരുടേതായിട്ടുള്ള ലോജിക്ക് ഇല്ലാത്ത ഒരുപാട് പരിപാടിയുണ്ട്. പക്ഷെ അവരോടൊന്നും ചോദിക്കില്ല. അവരിങ്ങോട്ട് വന്ന് നമ്മുടെ നെഞ്ചത്ത് കയറിയിട്ട് നിങ്ങളുടെ ആചാരങ്ങൾക്ക് എന്താ ലോജിക്ക്, നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ എന്താ ലോജിക്ക് എന്ന് അങ്ങോട്ട് ചോദിക്കാൻ പോയാൽ അത് വർഗീയതയായി, മതേതരത്വ ലംഘനമായി. ഇങ്ങോട്ടാണ് എല്ലാവരും ആക്രമിച്ച് വന്നിരിക്കുന്നത്. നമ്മളാരും അങ്ങോട്ട് കുറ്റം പറഞ്ഞ് പോയിട്ടില്ല. ആരും, എല്ലാവർക്കും അഭയം കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ അഭയം കൊടുത്തവരൊക്കെ ഇങ്ങോട്ട് കയറി വന്ന് ആക്രമിക്കുകയാണ്. അപ്പൊ പിന്നെ നിവൃത്തിയില്ലാതായി. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന മട്ടില് നമ്മൾ എത്ര സാത്വികന്മാരാണെങ്കിലും പ്രതികരിച്ചേ പറ്റൂ എന്ന അവസ്ഥയിൽ വന്നു, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. അപ്പൊ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഞങ്ങൾ എണ്ണി എണ്ണി ചോദിക്കട്ടെ, അതിനൊക്കെ ലോജിക് ഉണ്ടോ? വിഗ്രഹാരാധനയെ ഏറ്റവും എതിർക്കുന്ന മതമാണ് ഇസ്ലാം മതം. അവര് ഒന്ന് മക്കയിൽ പോയിട്ട് വന്നാൽ മതി. ഈ എതിർക്കുന്ന എല്ലാ കൂട്ടരും ഒന്ന് മക്കയിൽ ഒന്ന് പോയിട്ട് വരാം. അവിടെ നടക്കുന്ന ആരാധന എന്താണെന്നൊക്കെ, അവിടുത്തെ സിംബോളിസം എന്താണ്, നമ്മുടെ ഇവിടെയുള്ളതൊക്കെ തന്നെ അവിടെയുണ്ട്. ഹിന്ദു മതത്തിലുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ശബരിമലയ്ക്ക് പോകുന്നവർ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ മക്കയിൽ പോയാൽ അവിടെയുണ്ട് വിഗ്രഹം. അവിടേക്ക് ഒരു ആവേശത്തോടുകൂടി പോകുന്നത് തന്നെ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഉള്ളിൽ വെമ്പലുണ്ട്. കാണാത്ത ഈശ്വരനെ കാണാനോ അതുപോലെ പലതും ആസ്വദിക്കാനോ അനുഭവിക്കാനോ ഉള്ള വെമ്പൽ അവരുടെ ഉള്ളിലുണ്ട്. അതാണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ എന്നും ആ മക്കയിൽ വന്ന് നിറയുന്നത്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊന്ന് ശാസ്ത്രീയമായി ചോദ്യം ചെയ്യൂ, ഒന്ന് ചിന്തിക്കൂ. അതുപോലെ ക്രിസ്ത്യാനികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ പലതും ചോദ്യം ചെയ്യാനുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോണ്ട. ഒരു സ്വയം ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇതിലേക്ക് മൂക്കിട്ട് നോക്കുന്നതിന് പകരം അവനവന്റെ കാര്യത്തെ മണത്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവര് നമ്മുടെ ധർമ്മം നിലനിർത്താനായിക്കൊണ്ട് അതിൻ്റെ ആചാരങ്ങളെ മുറുക്കെ പിടിക്കണം, ആചാരങ്ങളെ നിലനിർത്തണം. ആഘോഷങ്ങൾ, അത് ഈ ആചാരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാത്വികങ്ങളായ ആഘോഷങ്ങളെ മാത്രം നമ്മൾ നിലനിർത്തുക. പിന്നെ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് രാജസന്മാരൽപ്പം രാജസം ആയിക്കോട്ടെ, താമസന്മാരൽപ്പം താമസം ആയിക്കോട്ടെ. പക്ഷെ അതെല്ലാവർക്കും ഉള്ളതല്ല. സാത്വികന്മാർ താമസരായി അധപ്പതിക്കാതിരിക്കുക, രാജസന്മാർ താമസരായി അധപ്പതിക്കാതിരിക്കുക, സാത്വികരാവാൻ ശ്രമിക്കുക. കൂടുതൽ കൂടുതൽ സാത്വികത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക്. അപ്പോൾ ഏത് ദിവസം എന്തൊക്കെ ആവാം, ഏത് വിശേഷ ദിവസങ്ങളിൽ നമ്മൾക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ ചെയ്യേണ്ടതാണ്, ഇതിനെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അത് ദേശങ്ങൾ തോറും വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ പേരിൽ കലഹോ അഭിപ്രായ വ്യത്യാസമൊന്നും വേണ്ട. എല്ലാ കാര്യത്തിലും ദേശാന്തര വ്യത്യാസങ്ങൾ കാണും. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഓണത്തിൻ്റെ തത്വം, ഓണം വാമന ജയന്തിയാണ്. ഭഗവാൻ വാമനമൂർത്തിയായി അതിഥിപുത്രനായി അവതരിച്ച് അന്ന് തന്നെ എന്താ പറയുക, ഉപനയന സംസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായി ദാനം സ്വീകരിക്കാനായി ഭിക്ഷയ്ക്കായിക്കൊണ്ട് നർമ്മദാ നദീ തീരത്ത് വലിയ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹാബലിയുടെ യാഗശാലയിലേക്ക് ചെല്ലുന്നു. അത് അപ്പോൾ നർമ്മദാ നദി ഗുജറാത്തിലാണ്. അന്ന് കേരളമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെ തീരുമാനമില്ല. അന്ന് പിന്നീടുള്ള പരശുരാമ അവതാരത്തിലാണ് കേരളം നിർമ്മിക്കപ്പെട്ടത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ഇനി അഥവാ കേരളം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് തർക്കിച്ച് ജയിക്കാനാവില്ല. കേരളം ഉണ്ടായിക്കോട്ടെ. പക്ഷെ മഹാബലി എവിടെയാ ഭരിച്ചിരുന്നത്? മഹാബലി ത്രൈലോക്യാധിപതിയായിരുന്നു. ത്രൈലോക്യാധിപതിയായിരുന്ന അദ്ദേഹം സ്വർഗം കീഴടക്കി സ്വർഗത്തെയും അടക്കി ഭരിച്ചിരുന്നു. സ്വർഗമായിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയാം.
അതെവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പ്രയാസമാണ്, ഭൂമിയിലല്ല അത്. അപ്പൊ അദ്ദേഹം ഭൂമിയിലാണ് കർമ്മം ചെയ്യുന്നത്. സ്വർഗം എന്നുള്ളതൊരു സാങ്കല്പിക ലോകമായിക്കോട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എവിടെയാണ്? ഭൂമിയിലാണ്. അത് ഭൂമിയിൽ നർമ്മദാ നദീ തീരത്താണ്. ഭൃഗുകച്ഛം എന്നുള്ളതായിട്ടുള്ള ദേശം, അത് ഗുജറാത്തിലെ ഇന്നത്തെ കച്ച്. അപ്പൊ അവിടെ യാഗം നടത്തുന്ന യാഗശാലയിൽ ചെന്ന വാമനനെ തിരിച്ചറിയാതെ വെറും ഒരു ബ്രഹ്മചാരിയാണ്, ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ തേജസ് കണ്ട് ഒന്ന് ഭ്രമിച്ച് ബഹുമാനിച്ച് അദ്ദേഹത്തിന്റെ പാരമ്പര്യം തന്നെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിൽ വലിയ സന്തോഷമുള്ള കുടുംബമാണ് ഇദ്ദേഹം. കശ്യപ ബ്രാഹ്മണന്റെ മകനാണ് മഹാബലിയും, അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ടവനാണ്. പ്രഹ്ലാദന്റെ അല്ലെ, കശ്യപന്റെ പുത്രനാണ് ഹിരണ്യകശിപു, ഹിരണ്യകശിപുവിന്റെ പുത്രനാണ് പ്രഹ്ലാദൻ, പ്രഹ്ലാദന്റെ പുത്രനാണ് വിരോചനൻ, വിരോചനന്റെ പുത്രനാണ് മഹാബലി. അപ്പൊ ജന്മം കൊണ്ട് കശ്യപ പരമ്പരയിലായതുകൊണ്ട് ബ്രാഹ്മണ്യമുണ്ട്, എന്നാൽ കർമ്മം കൊണ്ട് ക്ഷത്രിയത്വമാണ്. അപ്പൊ മഹാബലി നല്ലൊരു ക്ഷത്രിയനാണ്. ജന്മം കൊണ്ട് വാമനനും മഹാബലിയും സ്വന്തക്കാരാണ്. ഇത് ഈ വിഡ്ഢികൾക്കൊന്നും അറിയില്ല. അവർ സവർണരും അവർണരുമാക്കി തിരിച്ച് വാമനൻ ബ്രാഹ്മണൻ എന്ന സവർണനും മഹാബലി ദളിതനുമാക്കി മാറ്റി. ആ ദളിതനെ ചവിട്ടിത്തേച്ച് അരച്ച് പാതാളത്തിലേക്ക് താഴ്ത്തിയ ക്രൂരനായ സവർണനാണ് വാമനൻ. വിഡ്ഢികൾ. ഇത് തമ്മിലുള്ള ബന്ധം ഇവർ വായിച്ചിട്ടുണ്ടോ? അതൊന്നും വായിക്കില്ല. എവിടുന്നെങ്കിലുമൊക്കെ ആകാശത്ത് പൊട്ടി വീണതാ വാമനും, ആകാശത്ത് പൊട്ടി വീണതാ മഹാബലി. കഥ അങ്ങോട്ട് ഉണ്ടാക്കണം. ഇവരുടെ ലീനിയേജ് ഒന്ന് നോക്കൂ, മുകളിലേക്ക് നോക്കൂ, ഇവരെവിടുന്ന് വന്നു നോക്കൂ, ഇവരുടെ ആരുടെ മകനാണെന്ന് നോക്കൂ. മഹാബലി ആരുടെ മകനാണ്? മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ. നല്ല ബ്രാഹ്മണപ്രിയനായ ഒരു രാജാവ്, ക്ഷത്രിയ രാജാവ്. സ്വഭാവം കൊണ്ട് ഈശ്വരനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവരെ അസുരന്മാരെന്ന് വിളിക്കുന്നത്. വിഷയങ്ങളിൽ, ലോകസുഖങ്ങളിൽ, ഭോഗങ്ങളിൽ ഭ്രമിക്കുന്നവർ എന്നതുകൊണ്ടാണ് അവരെ അസുരന്മാരെന്ന് വിളിക്കുന്നത്. അസുഷു രമതേ ഇതി അസുരഃ ഇന്ദ്രിയാർത്ഥേഷു രമന്തേ ഇതി അസുരാഹ. ഇന്ദ്രിയ വിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്നവർ ആയതുകൊണ്ടാണ് അവരെ അസുര ശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അവര് ജന്മം കൊണ്ട് മനുഷ്യരാണ്, കശ്യപ പ്രജാപതിയുടെ വംശത്തിൽ പിറന്നവരാണ്. കശ്യപ പ്രജാപതിയുടെ മറ്റൊരു ഭാര്യയുടെ, അവർ ഭാര്യമാരെ ഏടത്തി അനിയത്തിയാണ്, അവരും വ്യത്യാസമില്ല. ഒരു ഭാര്യ ദളിത സ്ത്രീയായിരുന്നു, മറ്റൊരു ഭാര്യ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു എന്ന് പറയാൻ ഒരു നിവൃത്തിയുമില്ല. ഒരേ ദക്ഷന്റെ പുത്രിമാര്, ഒരേ ദക്ഷന് പ്രസൂതി എന്നുള്ള ഏക ഭാര്യയിൽ ജനിച്ച 60 മക്കളിൽ 2 മക്കളാണ് ദിതിയും അതിഥിയും. അവർ ഏടത്തി അനിയത്തിമാര്, സ്വന്തം സിബ്ലിങ്സ്, സഹോദരിമാർ. അപ്പൊ അവർ തമ്മിൽ വർണ്ണഭേദമുണ്ടോ? ഒന്ന് ബ്രാഹ്മണരോ ഒന്ന് ദളിതരോ ആവുമോ? അവർക്കാകെ ഒരു ഭർത്താവ് കശ്യപ പ്രജാപതി. ആ കശ്യപ പ്രജാപതിയുടെ മൂത്ത ഭാര്യയായ അതിഥിയിലുണ്ടായവരെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് വാമനനും 12ാമനായി ജനിക്കുന്നത്. അപ്പൊ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ വാമനൻ മഹാബലിയുടെ ഒരു സ്ഥാനം കൊണ്ട് അമ്മാമനാണ്, മുതിർന്ന അമ്മാമൻ, തലമുറകൾ മുമ്പേയുള്ള അമ്മാമൻ. പക്ഷെ പ്രായം കൊണ്ട് താഴെയുമാണ്. അത് നമ്മുടെ കുടുംബത്തിലൊക്കെ ധാരാളം ഉണ്ടാവും. നമ്മുടെ അമ്മാമന്മാര് നമ്മളെക്കാൾ വയസ്സിന് താഴെയുള്ളവര്, തലമുറ കൊണ്ടവര് അമ്മാമനായിരിക്കും, നമ്മുടെ അമ്മയുടെ അനുജനായിരിക്കും. പക്ഷേ നമ്മൾ അമ്മാമനേക്കാൾ മൂത്തവരായിരിക്കാം. അങ്ങനെ പണ്ടുകാലത്ത് 10ഉം 12ഉം 16ഉം പ്രസവിക്കുന്ന കുടുംബങ്ങളിൽ 16ാമതായിട്ടൊരു അമ്മാവൻ ജനിക്കുമ്പോഴേക്കും മൂത്ത മകൾക്ക് പേരക്കുട്ടിയായിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ പാരമ്പര്യക്രമത്തിൽ മഹാബലിയുടെ അമ്മാമനാണ് വാമനൻ. ബന്ധുക്കളാണ് അവര്. പ്രായം കൊണ്ട് വാമനൻ താഴെ, ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ ലൗകിക ദൃഷ്ട്യ. ഇനി മറ്റേ കഥയുടെ തത്വങ്ങളിലേക്ക് ചിന്തിച്ചാൽ, ആരാണ് വാമനൻ? എന്തിനു വേണ്ടിയാണ് വാമനന്റെ അവതാരം? വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണോ? ഇന്ദ്രനോട് വാമനന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു മമതയുണ്ടോ?
ഇതിനെക്കുറിച്ചൊന്നൊരു ചുക്കും അറിയാതെയാണ് അത് എന്താ പറയുക, ഇന്ദ്രനെ സവർണനാക്കി ബലിയെ അവർണനാക്കി, സവർണനായ ഇന്ദ്രന് വേണ്ടി സവർണനായ ബ്രാഹ്മണനായ വാമനൻ ചെയ്ത ക്രൂരകൃത്യം, വഞ്ചന എന്നൊക്കെ ഈ വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഭഗവാന്റെ ആ ലോകഭരണ വ്യവസ്ഥയെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്ത, അത് ആചാര്യന്മാരുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പൊട്ട മുറിവൈദ്യന്മാര്, ആചാര്യന്മാരെന്ന് പറഞ്ഞ് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളും ഈ ഇന്ദ്രൻ ആരാണെന്ന് പോലും അറിയാത്തവരാണ്. ഇന്ദ്രൻ എന്നുള്ളത് വെറും ഒരു പദവിയാണ് എന്ന് അറിയാത്ത മൂഢന്മാരാണ്. ഇന്ദ്രൻ എന്നുള്ള ഒരു വ്യക്തിയല്ല, ഇന്ദ്രൻ എന്നുള്ള ഒരു സ്ഥാനപ്പേരാണ്. നമ്മുടെ ഗവർണറെ പോലെ, സ്റ്റേറ്റിന്റെ ഗവർണറെ പോലെ ആ ഗവർണർ മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ റീഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് വേറെ പകരം ആളെ വെക്കാം. അതിന്റെ നിയമിക്കുന്ന ആൾ പ്രസിഡന്റാണ്. അപ്പൊ എങ്ങനെയാണോ പ്രസിഡന്റിനാൽ ഒരു ഗവർണർ നിയമിക്കപ്പെടുന്നത്, അതുപോലെ ഈ ലോകത്തിന്റെ മുഴുവൻ പ്രസിഡന്റായ, ലോകത്തിന്റെ സൃഷ്ടികർത്താവും പരിപാലനകർത്താവും സംഹാരകർത്താവും എല്ലാമായ ഈശ്വരൻ, ആ ഈശ്വരനാണ് ഇവിടെ വിഷ്ണു നാരായണൻ. ആ ഈശ്വരൻ നിയമിച്ച ഒരു ഗവർണറാണ്, ലോകപാലനാണ്, അനേക ലോകപാലന്മാരിൽ ഒരാളാണ് ഇന്ദ്രൻ. മറ്റ് ദേവന്മാർക്കെല്ലാം നേതാവായിട്ട് സ്ഥാനം കൊടുത്തിരിക്കുന്നു, മറ്റ് ദിക്പാലകന്മാരുടെയൊക്കെ നായക സ്ഥാനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോ മന്വന്തരങ്ങൾ മാത്രമാണ് ഈ ഇന്ദ്രന്മാരുടെ കാലം. ഓരോ മന്വന്തരങ്ങൾ കഴിയും തോറും ഇന്ദ്രന്മാർ മാറുന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു പകൽ 14 ഇന്ദ്രന്മാരുണ്ട് എന്നുള്ള ഒരു കാര്യവും അറിയാത്ത ആചാര്യന്മാർ വരെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ആദ്യം അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ഭരണവ്യവസ്ഥയിൽ കാലകാലങ്ങളായി ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ധർമ്മം, സനാതന ധർമ്മം, അതിന് വ്യവസ്ഥയുണ്ട്. അതിന് ഒരു മന്വന്തര കാലം ഭരിക്കാൻ ഇന്നവരൊക്കെ വേണം. അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഭഗവാൻ. ഡീസെൻട്രലൈസ് ചെയ്ത് ഭരണം ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ഭരണവും താൻ തന്നെ തന്റെ കയ്യിൽ ഒതുക്കി വെക്കാതെ മറ്റുള്ളവർക്കും അവസരം കൊടുക്കുകയാണ്. അത് അവസരം വിഭജിച്ച് താഴേക്ക് എന്നിലേക്കും നിങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. നമുക്കും കിട്ടിയിട്ടുണ്ട് അവസരങ്ങൾ. നമുക്ക് നമ്മുടെ വീട് ഭരിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഭരിക്കാനുള്ള ഇന്ദ്രത്വം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ദേശത്തിന്റെ രാജാക്കന്മാരായിരിക്കാം. ഇതൊക്കെ ചെറിയ സ്ഥാനങ്ങളാണ്. അതിൻ്റെ ഒരു വലിയ ലെവലിലുള്ള സ്ഥാനമാണ് ഈ ഇന്ദ്രന്റെ പദവി എന്നുള്ളത്. അപ്പൊ അത് ഭഗവാൻ മെറിറ്റ് അനുസരിച്ചാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അയാൾ മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ മെറിറ്റിന്റെ ബലത്തിലാണ് അദ്ദേഹം ഒരു മന്വന്തരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 100 അശ്വമേധയാഗങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന്റെ കഴിവ്, കൈക്കരുത്ത്, ഭരണ സാമർഥ്യം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇതെല്ലാം തെളിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പദവിയാണ് ഇന്ദ്രപദവി. ഇപ്പോഴുള്ള ഇന്ദ്രന്റെ പേര് പുരന്ദരൻ എന്നാണ് എന്നൊന്നും ഈ വിഡ്ഢികൾക്ക് അറിയുന്നില്ല. ഈ ആചാര്യന്മാരെന്ന് മാനിച്ചു നടക്കുന്ന പല കഥകളും പറയുന്ന വിഡ്ഢികൾക്ക് പോലും അറിയുന്നില്ല. അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം. ആർക്കും കയറി എന്തും പറയാം. അവരൊക്കെ സ്വയം ആചാര്യന്മാരായി ഞെളിഞ്ഞു നടക്കുകയും ചെയ്യും. എനിക്ക് ഇന്ന വിഷയത്തിൽ വേണ്ടത്ര വിവരമില്ല എന്ന് പറയാനുള്ള ഒരു സത്യസന്ധത വേണം. അതല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കും ആളുകൾ. നമ്മൾ സർവജ്ഞന്മാരാണെന്ന് ധരിക്കും. എന്നോട് ആരെങ്കിലും ജ്യോതിഷ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയേയില്ല എന്ന് പറയണ എൻ്റെ സത്യസന്ധത. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടത് അറിയുന്നല്ലാതെ, കുറച്ച് കാര്യങ്ങൾ കേട്ടും കണ്ടും പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ അതിൽ ഒരു എക്സ്പേർട്ടും അല്ല. നമ്മൾ ജ്യോതിഷിയല്ല, ജ്യോതിശാസ്ത്ര വിശാരദനല്ല, പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കാര്യം എങ്ങനെ പറയും? വാസ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കണ്ടും കേട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്തുണ്ട് എന്നുള്ളതല്ലാതെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമുക്കറിയില്ല. ഒരു MBBSകാരന് ഐ സ്പെഷ്യലിസ്റ്റ് ആവാൻ കഴിയുമോ? കാർഡിയാക് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആവോ? കാർഡിയോളജിസ്റ്റ് ആവോ? ENT സ്പെഷ്യലിസ്റ്റ് ആവോ? വെറും MBBSകാരനാണ്. പണ്ടതൊക്കെ പഠിച്ചിരുന്നു അല്ലേ? പണ്ടത്തെ MBBSകാർ അവരിപ്പോൾ ചുരുങ്ങി.
ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. അപ്പം അതുപോലെ എല്ലാ ശാഖകളിലും പണ്ട് ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ കുറേ വിദ്യകൾ പഠിച്ചിരുന്നു. അതാണ് വേദാംഗങ്ങളായിട്ട് ജ്യോതിഷമൊക്കെ പഠിച്ചിരുന്നത്. വേദം പഠിക്കുമ്പോൾ വേദാംഗങ്ങളായിട്ട് അതിൻ്റെ നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം അങ്ങനെയുള്ള അംഗങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പം ഇപ്പോൾ കാലം ചുരുങ്ങി എല്ലാവരും സ്പെഷ്യലൈസേഷനിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പം അത് ഈ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമ്മുടെ രംഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ ആർക്കും, ഇത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് പരമാവധി ജനറലായിട്ട് മറ്റു കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതുകൊണ്ട് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാം. അതുപോലെ ഓരോരുത്തരും ഓരോ വിദ്യകൾ സ്വായത്തമാക്കിയിട്ടുണ്ടാവും, അതിൽ നല്ലോണം എക്സ്പേർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഒരു കാർപ്പൻ്റർ, മരം കൊണ്ട് പണിയുന്ന ആശാരിയാണ്. അയാൾ ഇരുമ്പിൻ്റെ കാര്യങ്ങളിൽ അയാൾ തലയിടാൻ പാടുമോ? സ്വർണത്തിൻ്റെ കാര്യത്തിൽ തലയിടാൻ പാടുമോ? പണ്ടത്തെ വിശ്വകർമ്മജന്മാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പഠിച്ചവരും ഉണ്ടാവും. ശില്പികൾ, പണ്ടത്തെ ശില്പികൾ എല്ലാ വിദ്യകളും പഠിച്ചവരുണ്ടാവും. ഇന്ന് ഓരോരുത്തരും അതാതിൽ സ്പെഷ്യലൈസ്ഡ് മാത്രമാണ്. വെങ്കലം കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഓരോ ആർട്സ് അതാതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം. സംഗീതജ്ഞന്മാർ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ധാരാളമുണ്ട്. നൃത്തത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അല്ലേ? കുച്ചിപ്പുടിക്കാർക്ക് ഭരതനാട്യം അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഭരതനാട്യക്കാർക്ക് കുച്ചിപ്പുടി അറിഞ്ഞുകൊള്ളണമെന്നില്ല, മോഹിനിയാട്ടക്കാർക്ക് ഇതൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല, കഥകളിക്കാർക്ക് ഇതൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതൊക്കെ ഓരോന്നും നാട്യമാണ്. ഇപ്പോൾ ഭരതനാട്യക്കാരോട് ചെന്നിട്ട് നിങ്ങൾ കുച്ചിപ്പുടിയുടെ സംശയങ്ങൾ ചോദിച്ചാൽ അവരെല്ലായിടത്ത് എങ്ങനെയാണെന്ന് പറയാൻ പാടുമോ? അറിയുന്ന കാര്യങ്ങൾ പറയാം. എത്രയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ബാക്കി ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആചാര്യന്മാരോട് ചോദിക്കൂ എന്ന് പറയാനുള്ള സത്യസന്ധത വേണം. അതെല്ലാ ആചാര്യന്മാർക്കും വേണം. അപ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രമാണം പോലെ എടുത്ത് വിളമ്പാൻ പാടുള്ളതല്ല. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പ്രമാണം ഞാൻ വേണ്ടതുപോലെ ഗുരുക്കന്മാരിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും വേണ്ടത്ര പഠിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് എനിക്ക് പറയാം, ഞാനതിൻ്റെ ഗ്യാരണ്ടി നിൽക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടാവണം. ചോദ്യം ചെയ്താൽ പെപ്പെ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഭഗവാന്റെ ഭരണവ്യവസ്ഥ, അതാണ് നമ്മൾ അഷ്ടമസ്കന്ധത്തില് മന്വന്തര ചരിതം എന്ന് പഠിക്കുന്നത്. ആ ഭാഗത്താണ് ഈ അവതാരം വരുന്നത്. ആ ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ചു. ഭഗവാൻ അപ്പോയിന്റ് ചെയ്ത ഒരു ഗവർണറായ ഇന്ദ്രനെ മഹാബലി തന്റെ ബലം കൊണ്ട് അട്ടിമറിച്ചു, തന്റെ പരാക്രമം കൊണ്ട് അട്ടിമറിച്ചു. അപ്പൊ അത് നേരെയാക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ യഥാർത്ഥ ലോകത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന, ലോകത്തിന്റെ ഈശ്വരനായിരിക്കുന്ന വിഷ്ണുവിന്റെ, നാരായണന്റെ ഉത്തരവാദിത്വമാണ്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അപ്പോ അധർമ്മമാണ് മഹാബലി പ്രവർത്തിച്ചത് എന്നത് ആദ്യം തുറന്ന് പറയാൻ ധൈര്യം കാണിക്കൂ എല്ലാവരും. മഹാബലിയെ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അത് തെറ്റായ സന്ദേശമാണ് നൽകുക. അപ്പൊ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാളെ പിന്നെ സ്ഥാനഭ്രഷ്ടനാക്കേണ്ടത് എന്തിനാ? അയാൾ അവിടെ ഇരുന്നാ പോരെ എന്നാണ് ചോദിക്കുന്നത്. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളിവചനം, അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ എന്തിനാണ് നിങ്ങൾ വഞ്ചിച്ച് പുറത്താക്കുന്നത് എന്നാണ് ചോദ്യകർത്താക്കൾ ചോദിക്കുന്നത്. അത് വിഡ്ഢിത്തരമാണ്. ആ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? മഹാബലി ചെയ്തത് അട്ടിമറിയാണ്, അധർമ്മമാണ്. ഭഗവാന്റെ നിയമങ്ങളാണ് ധർമ്മം. ഈ ലോകം ആരുണ്ടാക്കിയോ, ഈ ലോകത്തെ ആര് പരിപാലിക്കുന്നുവോ, ആരാണോ കാലാകാലങ്ങളായിട്ട് ഇതിന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടേയിരുന്ന് ഇതിനെ താങ്ങിക്കൊണ്ട് നിർത്തുന്നത്, അയാളുടെ ഉത്തരവാദിത്വമാണ് ഇത്. ആര് ഭരിക്കണം, ആരാണ് അതിന് ശരിയായ അർഹതയുള്ള ആള്, യോഗ്യനായിട്ടുള്ള ആള്, അതിന് അയാൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരാളെ, അയാളുടെ പേരാണ്, അയാളുടെ സ്ഥാനപ്പേരാണ് ഇന്ദ്രൻ. പുരന്തരൻ എന്നാണ് അയാളുടെ പേര്. അയാള് സ്ഥാനം വഹിക്കുന്നത്, ഇന്ദ്രന്റെ സ്ഥാനം വഹിക്കുന്നു. ആ ഇന്ദ്രനെ അട്ടിമറിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്തത്.
അപ്പോൾ ഭഗവാന്റെ വ്യവസ്ഥയെ ഭഗവാന്റെ സമ്മതം കൂടാതെ ധിക്കരിച്ചു. അത് അധർമ്മമാണ്. ഭഗവാന്റെ വ്യവസ്ഥയാണ് ഈ ലോകം എന്നുള്ളത് ആദ്യം സ്ഥാപിക്കണം. ഇതാരാ ഉണ്ടാക്കിയതെന്ന് ആദ്യം ചോദിക്കണം. മഹാബലി ഉണ്ടാക്കിയതാണോ ഈ വിശ്വത്തെ? ഉണ്ടാക്കിയതാണെങ്കിൽ മഹാബലിക്ക് ഇനിയും വിശ്വങ്ങൾ ഉണ്ടാക്കാമായിരുന്നല്ലോ. ഭഗവാൻ വാമനൻ മൂന്നാമത്തെ അടി വെക്കാനുള്ള സ്ഥലം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നില്ലേ? മഹാബലിക്ക് അതിനുള്ള കഴിവുണ്ടോ? ഈശ്വരത്വമുണ്ടോ? ഈശ്വരനാണോ? പ്രപഞ്ചങ്ങളെ നിർമ്മിക്കാനുള്ള കഴിവുണ്ടോ? പരിപാലിക്കാനുള്ള ശക്തിയുണ്ടോ? മഹാബലിയുടെ നിയന്ത്രണത്തിലാണോ ഈ ലോകങ്ങളൊക്കെ? ആണെങ്കിൽ ഇനിയും ലോകങ്ങൾ ഉണ്ടാക്കി മൂന്നാമത്തെ അടിയല്ല 10 അടി വേണമെങ്കിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കായിരുന്നില്ലേ? അക്ഷയ്യമായിട്ടുള്ള ലോകങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാമായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ലോകങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്നത് ഈശ്വരന് മാത്രമാണ്. ഈശ്വരനും ഈശ്വര തുല്യന്മാരായിട്ടുള്ള മഹാപുരുഷന്മാർക്കും. വിശ്വാമിത്രൻ ത്രിശങ്കു സ്വർഗം നിർമ്മിച്ചു. അത് വിശ്വാമിത്രൻ അതിനുള്ള തപശക്തി ഉള്ളത് കൊണ്ടാണ്, ആ ബ്രഹ്മശക്തി ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ വാമനൻ വന്നത് വിശ്വാമിത്രന്റെ മുമ്പിലേക്കാണ്. ഇതുപോലെ 3 അടി മണ്ണ് ചോദിച്ചതെങ്കിൽ 4ാമത്തെ അടി വേണമെങ്കിൽ പിടിച്ചോളൂ ഇതാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ലോകം ഉണ്ടാക്കി കൊടുക്കാൻ വിശ്വാമിത്രന് സാധിക്കും, മഹാബലിക്ക് സാധിക്കില്ല. അപ്പൊ മഹാബലിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? അദ്ദേഹമല്ല ലോകമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ലോകത്തിന്റെ ഈശ്വരനാണ് താനെന്ന് പറഞ്ഞതോ? അത് മഹാബലി പറയണ്ടല്ലോ, ലോകാനാം ഏകമീശ്വരം അല്ലേ? അഷ്ടമസ്കന്ധത്തിലെ 19ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. എന്റെ അടുത്തേക്ക് വന്ന് ലോകങ്ങളുടെ മുഴുവൻ ഏക ഈശ്വരനായ എന്നോട് 3 അടി മണ്ണോ ചോദിക്കുന്നത്? പദത്രയം വൃണീതേയോ അബുദ്ധിമാൻ, നീ ബുദ്ധിയില്ലാത്തവനാണ്. പദത്രയം വൃണീതെ, 3 അടിയോടോ ചോദിക്കുന്നത്? മന്ദബുദ്ധി. ത്വം ബാലോസി ബാലിശമതി സ്വാർത്ഥം പ്രതി അബുദോയത. നിനക്ക് കാര്യം കാണാൻ അറിയില്ല, വെള്ളിയാണ് നീ, ബാലിശമതിയാണ്. വചോബി മാം സമാരാധ്യ, വാക്കുകളെ കൊണ്ട് എന്നെ ആരാധിച്ചു, നീ പൂജിച്ചു. ഇപ്പൊ നല്ല പുകഴ്ത്തി പറഞ്ഞു. എന്റെ പിതൃപിതാമഹന്മാരെയൊക്കെ നീ വലിയ പൊക്കി പറഞ്ഞുല്ലോ. ലോകാനാം ഏകമീശ്വരം, ഈ ലോകത്തിന്റെ മുഴുവൻ ഏക ഈശ്വരനായിട്ടുള്ള എന്നോട് 3 അടി മണ്ണ് ചോദിക്കുന്നു, ഒന്നും അറിയാത്ത വിഡ്ഢി എന്ന് വാമനനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന മഹാബലിയുടെ വാക്കുകള് ഭാഗവതാദി പുരാണങ്ങളിൽ നിന്ന് കാണാത്ത മൂഢന്മാരാണ് പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് മഹാബലി അങ്ങനെ ലോകാനാം ഏകം ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ചു? ലോകങ്ങളുടെ ഏക ഈശ്വരൻ താനാണ്. ആരാണ് ഈശ്വരൻ എന്നുള്ള തത്വം അറിയാത്തത് കൊണ്ടാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നിയന്ത്രിക്കാനുള്ള പൂർണ്ണ കഴിവുള്ളവനായിരിക്കണം. സൃഷ്ടി സ്ഥിതി സംഹാരത്തിനൊക്കെ സാമർഥ്യമുള്ളവനായിരിക്കണം. ആ കഴിവ് തനിക്കില്ലാത്തപ്പോൾ താൻ എങ്ങനെ ഈശ്വരനാകും എന്ന് ചിന്തിച്ച് വിനയാന്വിതനാവാൻ അപ്പൊ സാധിച്ചില്ല. അഹങ്കാരിയായിരുന്നു. ആ വിനയം ഉണ്ടാക്കുന്നത് വിദ്യയാണ്, അറിവാണ്. വിദ്യാദദാതി വിനയം. ഏത് വിദ്യ? ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര നിർമ്മിതിയാണ്, ഈശ്വര സ്വരൂപമാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ വിശ്വം മുഴുവൻ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ്, ഈശ്വരന്റെ വിഭൂതിയാണ്. ഈശ്വരൻ സ്വയം പ്രഖ്യാപിച്ചതാണ് ഈ ലോകം, തന്നെ തന്നെ പ്രകാശിപ്പിച്ചതാണ് ഈ ലോകം. ഈശ്വരൻ തന്നെയാണ് ലോകമായി വിളങ്ങുന്നത്. ആ ഈശ്വരനാണ് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നറിയാത്ത വിഡ്ഢിയായതുകൊണ്ടാണ് അവനെ ബാലിശമതി, ബാലഹ, സ്വാർത്ഥം പ്രതി അബുദഹ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ലോകാനാം ഏകമീശ്വരം മാം വചോബി സമാരാധ്യ പദത്രയം വൃണീതേ എന്നൊക്കെ വിഡ്ഢിത്തരം പറഞ്ഞത്. ഇത് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. ഇത് നിശ്ചിതമായി പറഞ്ഞേ പറ്റൂ. അല്ല അത്രയും സോഫ്റ്റാക്കി മഹാബലിയെ അവിടെ നന്നാക്കി കഴിഞ്ഞാൽ പോയി. അവിടെ മഹാബലിയോട് നമ്മൾ ഔദാര്യം കാണിക്കേണ്ടതില്ല. മഹാബലിയോട് നമുക്ക് ഔദാര്യം കാണിക്കാം. അദ്ദേഹം
വലിയ അധർമ്മിഷ്ഠനല്ല, വലിയ ക്രൂരതകളൊന്നും ചെയ്തിട്ടുള്ള ആളല്ല എന്നുള്ള മട്ടില് പ്രഹ്ലാദന്റെ പൗത്രനായതുകൊണ്ടും ഭഗവാൻ വിശ്വരൂപം ദർശിപ്പിച്ചപ്പോൾ കാര്യം മനസ്സിലായി വേഗം വിനയാന്വിതനായതുകൊണ്ടും വിശ്വരൂപ ദർശനത്തിന് മുമ്പുള്ള അഹങ്കാരിയായ മഹാബലി പെട്ടെന്ന് മാറി വളരെ വിനയാന്വിതനായ നല്ലൊരു മനുഷ്യനായി മാറുന്ന ആ രംഗം നമ്മൾ കാണുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ വിശ്വരൂപ ദർശനത്തിന് മുമ്പുള്ള മഹാബലി വേറെ, വിശ്വരൂപ ദർശനം കഴിഞ്ഞതിന് ശേഷമുള്ള മഹാബലി വേറെ എന്ന് വകതിരിച്ചറിയണം. നമ്മൾ ഭീഷ്മരെ പറയും പോലെ ഭീഷ്മർ ശരശയിൽ കിടക്കുന്നതിന് മുമ്പുള്ള ഭീഷ്മർ വേറെ, അത് അധർമ്മിയായിട്ടുള്ള അപരാധിയായിട്ടുള്ള ഭീഷ്മരാണ്, കൊള്ളരുതാത്തവനാണ്, ഗുണ്ടയാണ് എന്നൊക്കെ പറയേണ്ടി വരും. എന്നാൽ ശരശയിൽ കിടന്ന് പശ്ചാത്താപ വിവശനായ ഭീഷ്മർ വേറെ, ആചാര്യനായിട്ടുള്ള ഭീഷ്മരാണ് അവിടെയാണ് ഭീഷ്മ ആചാര്യൻ. അതിനു മുമ്പ് അയാളുടെ പുറകെ പോയാൽ വഴിതെറ്റും. ആചാര്യന്മാരെ പുറകെ പോകാൻ വിശ്വസിക്കാവുന്നവരാണ്. ആചിനോതി ശാസ്ത്രാണി ആചാരേ സ്ഥാപയിഷ്യതി സ്വയം ആചരതേ യശ്ച തം ആചാര്യം പ്രചക്ഷതേ. അവിടെ ശരശയിൽ വീഴുന്നതിന് മുമ്പുള്ള ഭീഷ്മനെ ആചാര്യൻ എന്ന് പറഞ്ഞ് പുറകെ പോയാൽ പോയവർക്കൊക്കെ വഴി തെറ്റിയിട്ടേ ഉള്ളൂ, തെറ്റിയിട്ടുണ്ട്, ഇപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് വഴിതെറ്റിയ കാര്യം നമ്മൾ ആദ്യം അറിയണം. അയാൾ എവിടുന്നാ വഴി തിരിഞ്ഞത് എന്ന് നമ്മൾ അറിയണം. അയാൾ ശരിയായ വഴിയിലൂടെ പോകുമ്പോൾ കൂടെ പോകാമെന്നറിയണം. ആർക്കും തെറ്റുപറ്റാം, എത്ര വലിയവർക്കും തെറ്റുപറ്റാം, നമുക്കൊക്കെ പറ്റാം. ആ തെറ്റാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയമെങ്കിലും സമ്മതിക്കണം. മറ്റുള്ളവരോട് പറയാൻ മടിയുണ്ടെങ്കിലും, മറ്റുള്ളവരെ നമ്മൾ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറയുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്ത തെറ്റ് മറ്റൊരാളും ആചരിക്കുന്നു, അതുപോലെ ആവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ അവരെ തിരുത്തണം. എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഇതേ തെറ്റ് നിങ്ങളും ചെയ്യാതിരിക്കൂ എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കണം. അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഇമേജ് പോട്ടെ. എനിക്ക് തെറ്റുപറ്റി, നിങ്ങൾക്കും അതേ തെറ്റ് പറ്റരുത്, നിങ്ങളെങ്കിലും നേരായ വഴിയിലൂടെ പോകണം, ഇതാണ് നേരായ വഴി, ഞാൻ വൈകി മനസ്സിലാക്കാൻ എന്ന് സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ കഴിയണം എല്ലാവരോടും. അപ്പോൾ ഭീഷ്മർക്ക് തെറ്റുപറ്റിയതുപോലെ മഹാബലിക്കും തെറ്റുപറ്റി. അദ്ദേഹം ഭഗവാന്റെ ആ യഥാർത്ഥ വിശ്വരൂപം കണ്ടപ്പോഴാണ് ഈ വിശ്വത്തിന്റെ ഉടമസ്ഥൻ ഇങ്ങേരാണെന്ന് തിരിച്ചറിഞ്ഞത്. താൻ യാതൊരു ആധികാരികമായ രേഖകളുമില്ലാതെ, തൻ്റെ കയ്യിൽ ഒരു പ്രമാണവുമില്ല, വെറുതെ അങ്ങോട്ട് കയ്യൂക്കുകൊണ്ട് കയ്യേറിയതാണ് ഈ ലോകത്തിന്റെ ആധിപത്യം. തൻ്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റുമില്ല, ഒരു ആധാരമില്ല, അല്ലേ? വില്ലേജിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റുകളുമില്ല. പൊസഷൻ മാത്രം പിടിച്ചെടുത്തു കയ്യൂക്കുകൊണ്ട്. അത് തിരിച്ചറിഞ്ഞു അദ്ദേഹം. അത് അദ്ദേഹം തിരുത്തുകയും ചെയ്തു. എൻ്റെ തെറ്റ് ക്ഷമിക്കണേ ഭഗവാനെ, പക്ഷെ ഞാൻ ഒരു വാക്ക് അങ്ങേക്ക് നൽകിപ്പോയി, 3 അടി നൽകാമെന്നുള്ളത്, അത് ഭാവിയിൽ എനിക്കൊരു പാപമായി തീരരുത്, എനിക്ക് എൻ്റെ പൂർവീകർക്ക് ഒരു പേരുദോഷമായി തീരരുത്. ഞാൻ വഞ്ചകനാണ്, പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാണ്, നുണയനാണ്, പ്രഹ്ലാദന്റെ പൗത്രൻ വഞ്ചകനാണ് എന്നൊന്നും പ്രഹ്ലാദന് പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങേക്ക് വാഗ്ദാനം ചെയ്ത 3ാമത്തെ അടി എൻ്റെ അഹങ്കാരസ്ഥാനമായിട്ട് എൻ്റെ ശിരസിൽ വയ്ക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ വിനയം. പക്ഷേ ഭഗവാൻ കാലുവെച്ചു എന്നുള്ളത് എവിടെയെങ്കിലും നമ്മുടെ പൂർവികമായിട്ടുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെഫറൻസ് എനിക്ക് തരണം. ഇന്ന പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. 18 പുരാണങ്ങളാണ് നമ്മുടെ പ്രമാണം ഈ കാര്യത്തിൽ. മഹാഭാരതം, വാൽമീകി രാമായണം, അത് സംസ്കൃതം, ഒറിജിനൽ വ്യാസരചിതം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. അതല്ലാതെ പിന്നീട് പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നീടുണ്ടായിട്ടുള്ളതും സംസ്കൃതമായിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ അതൊന്നും പ്രമാണങ്ങളല്ല. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പലതും വിട്ടും പോയിട്ടുണ്ട്.
പറയേണ്ടതൊന്നും പറഞ്ഞിട്ടുമില്ല, പറയരുതാത്തതൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെയുള്ള അബദ്ധങ്ങളുടെ പരിണത ഫലമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബദ്ധങ്ങളുടെ പരിണത ഫലമാണിത്. കാരണം ഭാവിയിലുള്ള മൂഢജനങ്ങൾ ഇതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് അവരും ചിന്തിച്ചു കാണില്ല. അന്ന് എഴുതി വയ്ക്കുമ്പോൾ ഒരു 400 വർഷം ഉണ്ടാകുമ്പോൾ യുക്തിവാദികളെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധരെന്നോ സെക്കുലർവാദികളെന്നോ ഒക്കെയുള്ള കൂട്ടർ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവരും കരുതി കാണില്ല. അവരതൊരു അനുഗ്രഹ രൂപത്തിലാണ് വാമനൻ മഹാബലിയുടെ ശിരസിൽ കാലുവെച്ചു എന്ന് പറഞ്ഞത്. അതിനെ ആ രീതിയിൽ അനുഗ്രഹമായി വ്യാഖ്യാനിക്കാനോ അറിയാനോ സന്നദ്ധരല്ലാത്തവർ, ചവിട്ടിത്താഴ്ത്തി എന്നുള്ള കള്ള വ്യാഖ്യാനം കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഭാവിയിൽ ഉണ്ടാവുമെന്ന് അന്ന് എഴുതി വെച്ച ആ നമുക്ക് ഗുരുതുല്യന്മാരായിട്ടുള്ളവർക്ക് ഉണ്ടായിട്ടില്ല. അവരും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഈ ഇത്രയും കടന്നു ചിന്തിച്ചില്ല. 400 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ കേരളത്തിൽ കുറെ നിഷേധികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരിങ്ങനെയൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കും. ഭഗവാൻ വാമനമൂർത്തി ശിരസിൽ കാലുവെച്ച് അനുഗ്രഹിച്ചു എന്ന് ഞാനൊരു അബദ്ധം പറഞ്ഞാൽ അതിന് ഇത്രയും വലിയ ദുരന്തമായിട്ട് മാറും. ഇത് ചവിട്ടിത്താഴ്ത്തി എന്ന് ഭഗവാന് വഞ്ചകന്റെ പേരുണ്ടാക്കി കൊടുക്കും എന്ന് ചിന്തിച്ചില്ല. ഭഗവാനെ വഞ്ചകനാക്കിയില്ലേ? ഇപ്പം അതിൻ്റെ ഫലമായിട്ട് ചവിട്ടിത്താഴ്ത്തിയ ക്രൂരനാക്കി മാറ്റിയില്ലേ കരുണാമൂർത്തിയായിട്ടുള്ള ഭഗവാനെ? ഭഗവാൻ കാരുണ്യമൂർത്തി ആയതുകൊണ്ടല്ലേ ഒരു ഭിക്ഷയാചിക്കുന്ന ഭാവത്തിൽ വന്നത്? ഭഗവാൻ യാചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം മുതല് വല്ലവന്റെ മുമ്പിൽ ചെന്ന് യാചിക്കേണ്ട ഗതികേട് ഭഗവാനുണ്ടോ? സ്വന്തം മുതലാണ്. താൻ നിർമ്മിച്ച് താൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, കാലാകാലങ്ങളായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്ത് ഇടയിൽ വന്ന ഒരു തകര പോലെയുള്ള ഒരാള് അല്ലെ? ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നുണ്ടായ തകര എന്ന് പറയും പോലെയുള്ള ഒരാളാണ് കാലത്തിൽ മഹാബലി. ഭഗവാനെ സംബന്ധിച്ച് കാലാകാലമായി, അനാദികാലമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശ്വത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാന്റെ മുമ്പില് ഈ മഹാബലി എന്നുള്ളത് ഒരു ചെറിയ എറുമ്പ്, ഇത്തിൽ കണ്ണി, ഒരു വടവൃക്ഷമായ ഈ വിശ്വത്തിൽ പറ്റിക്കൂടിയിരിക്കുന്ന ഒരു ഇത്തിൽ കണ്ണി മാത്രമാണ് മഹാബലി. നമ്മൾ ചിന്തിച്ചാൽ ആ ഇത്തിൽ കണ്ണിയെ പറിച്ചറിയാൻ ഭഗവാന് വല്ല പ്രയാസമുണ്ടോ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന വൃക്ഷങ്ങളിൽ ഏതിലെങ്കിലും ഒരു ചെറിയ ഇത്തിൽ കണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെറിയാൻ പ്രയാസമുണ്ട്. അത് വളരാൻ വിട്ടാൽ വലുതാവും. അത് ആ വൃക്ഷത്തിനെ തന്നെ തിന്നും. തുടക്കത്തിലെ നുള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ അത് വളരില്ലായിരുന്നു. അപ്പം അതുപോലെ ഭഗവാൻ ഈ മഹാബലി അനാവശ്യമായിട്ട് പൊങ്ങുന്നു എന്ന് കണ്ടാൽ അവനെ അപ്പം തന്നെ ശരിയാക്കാമായിരുന്നു വേണമെങ്കിൽ. ഇനി പൊങ്ങിയാലും ഭഗവാനെ സംബന്ധിച്ച് ഈ അല്പകാലം മാത്രം നിൽക്കുന്ന ഒരു മന്വന്തര കാലത്തിൽ മാത്രം ആയുസ്സുള്ള ഇവരുടെയൊക്കെ കാര്യം ഭഗവാനെ സംബന്ധിച്ച് എത്ര നിസ്സാരം. ഭഗവാന്റെ പാദത്തിൽ ഒരു ധൂളി പോലും വരില്ല ഇവരൊന്നും. ഭഗവാൻ ഇവനെ നിഗ്രഹിക്കാൻ വല്ല പ്രയാസമില്ലാതെയാണോ ഇവന്റെ മുതുമുത്തശ്ശനായ ഹിരണ്യകശിപുവിനെ വലിച്ചു കീറി വലിച്ചെറിഞ്ഞ ആ സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ മുമ്പിൽ ഈ മഹാബലി എത്ര തുച്ഛം. ആ ഹിരണ്യകശിപുകളൊന്നും മഹാബലിക്ക് ശക്തിയില്ല. ആ ഹിരണ്യകശിപു വാങ്ങിച്ചിട്ടുള്ള വരമൊന്നും മഹാബലി വാങ്ങിച്ചിട്ടില്ല. ആ ഹിരണ്യകശിപുവിനെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞ ഭഗവാന്റെ മുമ്പില് ഈ മഹാബലിയൊക്കെ എത്ര നിസ്സാരനാണ്. ഈ മഹാബലിയുടെ ബലം ആരുടെ ബലമാണ്? ഇവനെ ബലി ബലി എന്ന് വിളിക്കുന്നവന് ബലമുള്ളത് കൊണ്ടല്ലേ. ഇനി അവൻ വലിയ ത്യാഗം ചെയ്തു എന്ന് പറയണം. ആ ത്യാഗം ചെയ്യാനുള്ള ശക്തി ആരാ കൊടുത്തത്? ത്യാഗം ചെയ്യാനുള്ള വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്തത് ആരാ? ഒക്കെ ഭഗവാന്റെ. എന്താണ് ബലി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ? ഈശ്വരൻ്റേത് എന്നുള്ള ബോധം ഉറക്കലാണ് ബലി. നമ്മുടേതായിട്ടൊന്നുമില്ല, എല്ലാം ഈശ്വരൻ നൽകിയതാണ്. ആ ബോധം ഉറക്കുമ്പോഴാണ് അവൻ ബലിയാവുന്നത്. ഈശ്വരൻ തന്നതിനെ എല്ലാം ഈശ്വരൻ്റേതാണെന്ന് അറിഞ്ഞ് ഈശ്വരന്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുന്നവനാണ് യഥാർത്ഥ ബലി ചെയ്തവൻ. അതാണ് ബലിയുടെ താല്പര്യം. നൈതം മമ നൈതം മമ.
ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള അറിവാണ് ബലി എന്ന ഭാവം. രണ്ടർത്ഥത്തിലും മഹാബലി എന്ന വാക്കിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ബലം അസ്യ അസ്തി ഇതി ബലി എന്ന് നകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൽ ബലിൻ എന്ന ശബ്ദമാക്കി പറയാം. ബലമുള്ളവൻ ബലിൻ, അത് ബലി എന്നാണ് രൂപം. മഹാബലി, വലിയ ബലവാൻ, ബലവാനായതുകൊണ്ട് ലോകങ്ങളെ മുഴുവൻ പിടിച്ചടക്കിയവൻ എന്ന് ഒരർത്ഥം. അത് വിശ്വരൂപ ദർശനം വരെ അവൻ ആ അർത്ഥത്തിലുള്ള മഹാബലിയാണ്. വിശ്വരൂപ ദർശനത്തിന് ശേഷം അവൻ മഹാബലിഹി എന്നുള്ള ഇകാരാന്ത പുല്ലിംഗ ശബ്ദമായി മാറുകയാണ്. അവിടെ എന്താണ്? മഹത്തായ ബലിയെ ചെയ്തവൻ എന്ന അർത്ഥത്തിൽ. അവിടെ മഹാബലിഹി എന്ന് പറയാം. ബലിഹി എന്ന് പറഞ്ഞാൽ ബലം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ല, ബലിയെ ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ. മഹത്തായ ബലിയെ ചെയ്തവൻ മഹാബലി. എന്താ ബലി ചെയ്യുക? ബലി എന്നാൽ പൂജ എന്നാണ് അർത്ഥം. ഈശ്വരന് സമർപ്പിക്കുക എന്നാണ് അർത്ഥം. എന്താണ് സമർപ്പിക്കേണ്ടത്? അഹങ്കാരത്തെ തന്നെയാണ് സമർപ്പിക്കേണ്ടത്. ഇതെല്ലാം എൻ്റേതാണ്, ഇതെല്ലാം ഞാനുണ്ടാക്കിയതാണ് എന്നുള്ള മിഥ്യാഭ്രമത്തെ ഉപേക്ഷിച്ച് എല്ലാം ഈശ്വരൻ ഉണ്ടാക്കിയതാണ്, എല്ലാം ഈശ്വരൻ്റേതാണ്, ഈശ്വരനാണ് ഇതെല്ലാം പരിപാലിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് ഞാൻ വഴങ്ങുന്നു, എൻ്റേതായിട്ട് ഒന്നുമില്ല അഭിമാനിക്കാനും പിടിച്ചു വെക്കാനും. ഇത് ആരുടെ മനസ്സിൽ ഉറയ്ക്കുന്നുവോ അവനാണ് ബലി. അപ്പൊ ഈ രണ്ടർത്ഥത്തിലും മഹാബലി എന്ന് പറയുമ്പോൾ ബലവാൻ എന്നുള്ള അർത്ഥത്തില് അഹങ്കാരിയായി തീർന്ന ബലി, ലോകം മുഴുവൻ പിടിച്ചടക്കിയ ബലി. രണ്ടാമത്തെ അർത്ഥത്തില് ബലിഹി എന്ന് പറയുമ്പോൾ ബലി ചെയ്തവൻ, ത്യാഗം ചെയ്തവൻ, തൻ്റേതല്ല ഒന്നും എന്ന് ഉണർന്നവൻ. തനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, തനിക്ക് സ്വന്തമായിട്ടൊരു മൊട്ടുസൂചി പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മനസ്സുകൊണ്ട് എല്ലാം ഈശ്വരൻ്റേതാണെന്ന അറിവാണ് സമർപ്പണം. ആ സമർപ്പണത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം ശിരസ് കുനിച്ച് ഭഗവാന്റെ കാലിന്റെ അടിയിലേക്ക് തിരികെ കൊടുത്തത്. ഭഗവാൻ നിൽക്കുമ്പോൾ ഭഗവാന്റെ കാലിന്റെ അടിയിലേക്ക് തന്റെ ശിരസ് കൊണ്ട് തിരികെ കൊടുത്തിട്ടുണ്ടാവും. ഭഗവാൻ കാലെടുത്ത് വെച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒറിജിനലിൽ ഏതെങ്കിലും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരിക. അപ്പോ ഈ മഹാബലി കേരളം ഭരിച്ചിട്ടില്ല, കേരളം കണ്ടിട്ടില്ല, കേരളത്തിൽ മാത്രമായി വരേണ്ട ഒരു കാര്യവുമില്ല. കേരളത്തിലെ ഓണാഘോഷങ്ങളുടെ സാങ്കത്യം ഇവിടുത്തെ രാജാക്കന്മാരുടെ വിഷ്ണു ഭക്തി കൊണ്ടുണ്ടായതാണ്. പ്രത്യേകിച്ച് കൊച്ചി രാജാക്കന്മാര് വളരെ വിഷ്ണു ഭക്തന്മാരായിരുന്നു. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശനും അതുപോലെ തൃക്കാക്കര വാമനമൂർത്തിയും അവരുടെ രക്ഷകന്മാരായിട്ടുള്ള കുലദേവതകളെ പോലെയുള്ള ദേവന്മാരാണ്. ആ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ജനകീയമായിട്ടുള്ള ഒരു ഘോഷയാത്രയായി ഓണ ആരംഭത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തം ഘോഷയാത്ര, അത്തച്ചമയ ഘോഷയാത്ര പൂർണ്ണത്രയീശന്റെ സന്നിധിയിലേക്ക് വർഷങ്ങളായി ശക്തൻ തമ്പുരാന്റെ കാലത്താണ് തോന്നുന്നു, അതോ അതിനു മുമ്പുണ്ടോ, കൊണ്ടുവന്നത്. അങ്ങനെയാണത് കേരളം മുഴുവൻ പ്രശസ്തി പ്രാപിച്ചു. തൃക്കാക്കരയപ്പോ ഹരഹര എന്ന് പറഞ്ഞാണ് നമ്മുടെ മുത്തശ്ശിമാരുടെ വീട്ടില് മാതോര് വെച്ചിരുന്നത്, മാതേര് വെച്ചിരുന്നത്, മാതേവരെ വെച്ചിരുന്നത്. മാതേവരാണ്, മാവേലിയല്ല. അപ്പോ ആ രീതിയിൽ വാമന ജയന്തിയായി സാത്വികമായ രീതിയിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ തിരിച്ചു പോകണം. രാജസ താമസ അധപ്പതന ഭാവങ്ങൾ വെടിയണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പരിഹസിക്കണം, നിന്ദിക്കണം. നിവൃത്തിയില്ല. കാലത്തിനനുസരിച്ച് അവർ നമ്മളെ നിന്ദിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ച് നിന്ദിച്ചേ മതിയാവും. അപ്പോഴേ അവർക്ക് അടി കൊണ്ട പോലെ തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ തിരിച്ച് വളരെ ഉദാര മനസ്കരായി ഒരു തരത്തിലും പ്രതികരിക്കാതെ മാറി മാറി പോകുന്നത് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് കരുതി തലയിൽ കയറുകയാണ്. ഈ ധർമ്മം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചേ പറ്റൂ. നമ്മുടെ ധർമ്മത്തെ നിന്ദിക്കുന്നവരെ നമ്മൾ വിടാൻ പറ്റില്ല, വക വെച്ച് കൊടുത്തുകൂടാ. മുഖത്തടിച്ച പോലെ പറയണം. അല്ലാതെ എല്ലാം
നമ്മൾ അവർക്ക് അനുകൂലിച്ച് അനുസരിച്ച് ഭയപ്പെട്ട് മതവും സമ്മതമേ എന്ന് പറഞ്ഞ് ഏത് മതവും എനിക്ക് സമ്മതം എന്ന് പറഞ്ഞ് വിഡ്ഢികളായിട്ട് കഴിയേണ്ടവരല്ല. ഈ സനാതന ധർമ്മത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കണം. ഇതാണ് ലോകരക്ഷയ്ക്കുള്ള ധർമ്മം. ഇതാണ് ഈശ്വരൻ നിയമിച്ചതായിട്ടുള്ള ധർമ്മം. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരന്റെ മഹിമയെ വാഴ്ത്തുന്ന ദിവസങ്ങളാകണം ഓണാഘോഷം. അല്ലാതെ ഈശ്വരനെ നിന്ദിക്കുന്ന വഞ്ചകനും ചതിയനും കുള്ളനും കള്ളനും ഒക്കെ ആക്കുന്ന ദിവസമാകരുത്. ആരെയും അതിന് അനുവദിക്കുകയും അരുത്. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവനെ അവിടെ വിളിച്ചിരുത്തി കൊടുക്കണം, തലങ്ങും വിലങ്ങും ആദ്യം, എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കണം. എടാ പൊട്ട, എടാ വിഡ്ഢി, അവിടെ ഇരിക്കുക. ഏതെങ്കിലും വിഡ്ഢികൾ പറഞ്ഞത് കേട്ട് എന്നോട് ഇങ്ങനെ പറയാൻ വരണ്ട. അത് കേട്ട് മൂളിക്കൊണ്ടിരിക്കുന്നവനാവില്ല ഞാൻ എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കണം. നിനക്ക് കഥ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ഇതാണ് ഞങ്ങളുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഭാഗവതമാണ് അതിന് ഏറ്റവും പ്രധാനമായി വിശേഷമായി വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റു പുരാണങ്ങളിലുമൊക്കെ ഈ കഥയുണ്ട്. മഹാഭാരതത്തിലുണ്ട്, വാൽമീകി രാമായണത്തിലുണ്ട്. അതിലൊന്നും ഇല്ലാത്ത കഥകൾ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണ്ട. അതൊന്നും ഇവിടെ സ്വീകാര്യമല്ല. അതൊക്കെ പൊട്ടന്മാരോട് പോയി പറഞ്ഞു എന്ന് പറയാം. ഏതെങ്കിലും പൊട്ടന്മാരോട് പോയി പറഞ്ഞോളൂ, മന്ദബുദ്ധികളോട് പോയി പറഞ്ഞോളൂ എന്ന് പറയാറാവണം. തൻ്റെ ഇടത്തോടെ പറയണം. അപ്പൊ അതിന് അറിവ് സ്വയം ആർജിക്കണം, സ്വയം കോൺഫിഡൻസ് ഉണ്ടാവണം, സ്വയം ശാസ്ത്രങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ് ഓണം, അതുകൊണ്ട് എന്തായിക്കൂടാ, എങ്ങനെ ആയിക്കൂടാ, ഈ മദ്യപാനത്തിൻ്റെ ദിവസങ്ങളാക്കിക്കൂടാ, കൺസ്യൂമറിസത്തിൻ്റെ ദിവസങ്ങളാക്കിക്കൂടാ, ത്യാഗത്തിൻ്റെ ദിവസങ്ങളാവണം. മഹാബലി എല്ലാം ഈശ്വരൻ്റേതാണെന്ന് ഭഗവാന് സമർപ്പിച്ചതുപോലെ എല്ലാം ഈശ്വരൻ്റേതാണെന്നുള്ള റെക്കഗ്നിഷൻ നമ്മുടെ ഉള്ളിലുണ്ടായി നമ്മുടെ കയ്യിലുള്ളത് അധികമുള്ളത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് തോന്നണം. പ്രത്യേകിച്ച് ഈ കാർഷിക ആഘോഷം എന്നൊക്കെ പറയുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഓർമ്മ വേണ്ടത് ആ കൃഷിക്കാരുടെ കഷ്ടപ്പാടുകൾ ഓർക്കുക. കൃഷിക്കാർക്ക് എത്ര നഷ്ടങ്ങൾ അവർ ഓരോ വർഷവും ഉണ്ടാവുന്നു. അവരുടെ വീടുകൾ പണയം വെച്ചിട്ടാണ്, ലോണുകൾ എടുത്തിട്ടാണ് പല കൃഷികളും നടത്തുന്നത്. എന്നിട്ട് അവസാനം അവർ വീടില്ലാതെ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയും ആത്മഹത്യയിലെത്തുന്ന അവസ്ഥയാണ് കാണുന്നത്. കേരളത്തിൽ നിന്ന് എല്ലാ കൃഷിയും ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അവര് ലാഭത്തിന് വേണ്ടി വിഷം കലർത്തി ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി ഈ ആത്മാർത്ഥമായി കൃഷി ചെയ്യുന്നവരെ ഉണ്ടെങ്കിൽ അറിഞ്ഞ് അവരെ റെക്കഗ്നൈസ് ചെയ്യാനും അവർക്ക് സഹായം ചെയ്യാനുമായിട്ട് നല്ല മനസ്സുണ്ടാവട്ടെ. അധ്വാനിക്കുന്നവരെ നമുക്ക് സഹായിക്കാനായിട്ട് തോന്നട്ടെ. കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീതാഹ മാ ഘൃത കസ്യസിദ്ധനം എന്ന വേദമന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഈ വാമനാവതാരം മഹാബലി ചരിതം. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ വാസം പറയാനുള്ള പൊട്ട കഥകളല്ല ഇതൊന്നും. അങ്ങനെ ഈ വഴി കൂടെ പോകുന്നവനൊക്കെ കൊട്ടാനുള്ള ചെണ്ടയല്ല എന്ന് പറയാർ. നിങ്ങൾ ഓരോരുത്തരും സജ്ജരാവണം, എക്യുപ്ഡ് ആവണം. അതിനുള്ള അറിവാണ് അതിനുള്ള ശക്തി. അപ്പോൾ ഓണം വീണ്ടും ഒരിക്കൽ കൂടെ ഈ മൂന്നാം ഓണത്തിലും എല്ലാവർക്കും ആ ഓണത്തിൻ്റെ നന്മകൾ എല്ലാവരുടെ ഉള്ളിലും നിറയട്ടെ. ഈശ്വര സ്മരണ എപ്പോഴും ഉണ്ടാവട്ടെ. ആ മഹാബലി കണ്ട ദർശനം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. മഹാബലിയെയും നമുക്ക് ഓണം ദിവസം സ്മരിക്കേണ്ടതുണ്ട്, സ്മരിക്കണം. പക്ഷെ അതിങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടല്ല, ഈ വിഡ്ഢിവേഷം കെട്ടിയിട്ടല്ല. നമുക്ക് എഴുന്നള്ളിക്കേണ്ടത് വാമനമൂർത്തിയാണ്. അത് ഇതുപോലെയല്ല. അപ്പോൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. എത്ര പറഞ്ഞാലും എനിക്ക് തീരില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ
ഈ ഓണത്തെക്കുറിച്ചിട്ടുള്ള വിഡ്ഢിക്കഥകൾ പറയുന്നവരും ഇപ്പോഴും മഹാബലിയുടെ പോസ്റ്ററുകളുമായിട്ട് നടക്കുന്നവർക്കും, പ്രത്യേകിച്ച് മഹാബലി വാമനന്റെ തലയിൽ കാല് വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ നമുക്ക് ബാൻ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് കളയണം. എന്നിട്ട് നിങ്ങൾ എവിടെ കണ്ടാലും അതിനെ ഡിലീറ്റ് ചെയ്യണം. അതിങ്ങനെയല്ല എന്ന് പറയണം. ആ ഒരു ചിത്രം എല്ലാവരുടെ മനസ്സിൽ നിന്നും മായണം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ഓം. ഇന്നലെ ഞാനൊരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടില്ലേ? ഉലകളന്ത പെരുമാൾ. ആ ഉലകളന്ത പെരുമാൾ ലോകം മുഴുവൻ അളന്ന പെരുമാൾ എന്നർത്ഥം. വിഷ്ണു ലോകം മുഴുവൻ അളന്നു നിൽക്കുന്ന വിശ്വരൂപനായി 2 കാലുകളും ഇതാക്കി നിൽക്കുന്ന, അകറ്റി നിൽക്കുന്ന അവസ്ഥ. അതാണ് നമ്മുടെ മനസ്സിൽ പതിയേണ്ട ചിത്രം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വാമനായ നമഃ, ത്രിവിക്രമായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എല്ലാ നന്മകളും ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട്, കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഹരി ഓം.